കരങ്ങളെല്ലാം നമുക്ക് ഉയർത്തി ഒരുമിച്ച് കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ. കർത്താവിനെ നന്ദിയോടെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. തേജസ്സിന്റെ യേശുവിൻ പൊന്മുഖം ഞാൻ കാണും എന്ന ഒരു പഴയകാലം നമുക്ക് ഒരുമിച്ച് ചേർന്ന് പാടി കർത്താവിനെ ഇന്ന് രാവിലെ നമുക്ക് ആരാധിക്കാം. സ്തോത്രം. തേജസ്സിലെ യേശുവിൻ പൊന്മുഖം ഞാൻ കാണും കാലമേറ്റം ആസന്നമേ. തേജസ്സിലെ യേശുവിൻ പൊന്മുഖം ഞാൻ കാണും കാലമേറ്റം ആസന്നമേ.
യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ക്രിസ്തീയ സ്നേഹ വന്ദനങ്ങൾ അറിയിക്കുന്നു. പ്രത്യേകിച്ച് ഇന്ന് നമ്മളെ സൂക്ഷിപ്പാനായിട്ട് നമ്മളെ ക്ഷണം സ്വീകരിച്ചു വന്ന അവർക്ക് അദ്ദേഹത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. ഞാൻ വയലിലായിരുന്ന സമയത്ത് പലവട്ടം അടക്കം വരികയും അവിടുത്തെ സഭയിൽ ശുശ്രൂഷിക്കുകയും ആ ശുശ്രൂഷകർ അവിടുത്തെ സഭയ്ക്കും ഞങ്ങൾക്കും അനുഗ്രഹമായി തീർന്നു. അതുകൊണ്ട് വളരെ ഷോർട്ട് നോട്ടീസിലാണ് ഇന്നത്തേക്ക് തന്നെ ഞാൻ വിളിച്ചത്. ഞായറാഴ്ച പകൽ നമ്മളാരെ വിളിച്ചിരുന്നില്ല, എന്നാൽ എല്ലാവർക്കും കൂടെ വരാൻ പറ്റുന്ന ദിവസം ഞായറാഴ്ച പകലാകിയാൽ അന്നത്തെ ദിവസം കൂടെ എനിക്ക് സ്ഥിതിക്കണമെന്നോർത്ത് ഞാൻ വിളിച്ചതാണ്. ദാസൻ സമയത്ത് കടന്നു വന്നു. പ്രത്യേകിച്ച് സന്തോഷം, നന്ദി അറിയിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും അടിസ്ഥാനപരമായ സിസ്റ്റർ കുഞ്ഞുങ്ങൾ കഴിഞ്ഞ ചില ആഴ്ചകൾ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. ആമേൻ. ഒത്തിരി സന്തോഷം. കർത്താവിൽ താമസിക്കുന്ന നാടൻ അവർ മടങ്ങി അവരുടെ ജോലി സ്ഥലത്തേക്ക് കടന്നു പോകുന്നു. ആമേൻ. അവരുണ്ടായിരുന്ന സമയങ്ങളൊക്കെ നമുക്ക് വളരെ അനുഗ്രഹമായിരുന്നു. ജീവഭാഷണം പറ്റി ഒത്തിരി സന്തോഷം. ദൈവം അനുഗ്രഹിക്കുന്നതിന് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ സ്തോത്രം. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവരും ചേർന്ന കരമുയർത്തി ഒന്നുകൂടെ കർത്താവിനെ ഒന്ന് സ്തുതിക്കാം. സ്തോത്രം പറഞ്ഞാണ്ട് ഹല്ലേലൂയ. അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയുടെ പ്രതീക്ഷയിലായിരിക്കുമ്പോൾ ദൈവം പാസ്റ്ററെ വളരെ സ്നേഹത്തോടെ ഞാൻ ശുശ്രൂഷിക്കാൻ ക്ഷണിക്കും. ഇവിടെ കാര്യം ഒന്നും സന്തോഷമുള്ളവരെല്ലാം കരമുയർത്തി നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞു. ഒരു പ്രാവശ്യം ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം അനുഗ്രഹിക്കപ്പെട്ട നമ്മുടെ ആത്മതപനത്തിന്റെ 7ാമത്തെ പകൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. തികച്ചും ഔപചാരികമാണെങ്കിൽ ഇന്ന് പകൽ നിങ്ങളോടൊപ്പം ചേർന്ന് അല്പനിമിഷം ദൈവജനം ഉയർത്തുവാൻ കർത്താവ് എനിക്ക് നൽകിയ വിലപ്പെട്ട അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് ബഹുമാനയുടെ ദാസന്റെ കുടുംബം, അതുപോലെ മാതാപിതാക്കൾ, സഹോദരങ്ങൾ, ദാസിമാർ, കുഞ്ഞുങ്ങൾ എല്ലാവർക്കും യേശുവിൻ നാമത്തിൽ ക്രിസ്തുവിന്റെ വന്ദനങ്ങളെ അറിയിക്കുന്നു. സന്തോഷമാണോ? അടുത്തിരിക്കുന്ന വ്യക്തിക്ക് ഒന്ന് കൈകൊടുത്ത് പറ. സന്തോഷത്തോടെ ചിരിച്ച എന്റെ ചിരിച്ച മുഖത്തോടെ നല്ലൊരു ഹാര്യതയെ പറഞ്ഞു. ആമേൻ. കർത്താവിന്റെ വചനം പറഞ്ഞ കർത്താവിൽ എപ്പോഴും വാക്കല്ല, എപ്പോഴും സന്തോഷിക്കും. ഇങ്ങനെ വാക്ക് എപ്പോഴും അപ്പൊ കർത്താവ് നമ്മൾ എപ്പോഴും സന്തോഷമുള്ളവരായിട്ടിരിക്കാൻ ആഗ്രഹിക്കും അല്ലേ? അതുകൊണ്ട് എപ്പോഴും സന്തോഷത്തോടെ കർത്താവിനായിരിക്കും എപ്പോഴും ആഗ്രഹത്തോടെ പ്രതീക്ഷയോടെ കർത്താവ് കൊതിയോടിരിക്കുന്നെങ്കിൽ കർത്താവ് നമുക്ക് വേണ്ടി വാസ്തവമായി വലിയ കാര്യങ്ങളെ ചെയ്യട്ടെ. ഞാൻ വിശ്വസിക്കുന്ന വിശേഷാൽ ഈ ദേശത്തേക്ക് തന്നെ ദാസനെ വായിച്ചു. ഇതിനു മുമ്പ് കർത്താവ് സായുധ ചർച്ചകളൊക്കെ കർത്താവിന്റെ വചനം ശുശ്രൂഷിക്കാൻ കർത്താവ് അവസരം നൽകിയിരുന്നു. വീണ്ടും നാളുകൾക്ക് ശേഷം ഒരുമിച്ച് നിൽപ്പാൻ കർത്താവ് ഒരുക്കിയ നല്ല അവസരത്തിനായി സ്തോത്രം. കർത്താവ് നമ്മളെല്ലാം സഹായിക്കട്ടെ. പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. ഞാൻ വിശ്വസിക്കുന്നു കർത്താവ് ഇന്ന് പകലുള്ള വലിയ ജിതിലെന്നാണ് സ്ഥലം. മാവേലിക്കര ചുരക്കരയാണ് എൻ്റെ സ്വദേശം. എന്നാൽ ഇപ്പോൾ ഞാൻ കായംകുളം മൂച്ചറയ്ക്കടുത്ത് കാപ്പിൽ എന്ന സ്ഥലത്ത് ഏകദേശം 9 വർഷങ്ങളായി ദേശത്ത് പാർത്തുകൊണ്ട് കർത്താവിന്റെ പേരുണ്ടായിരിക്കുന്നു. കുടുംബസ്ഥനാണ്. വൈഫുണ്ട്. അനുഗ്രഹിക്കപ്പെട്ട 3 കുഞ്ഞുങ്ങളെ ദൈവം നൽകി. വൈഫ് ദൈവ ശുശ്രൂഷയിലാണ്, നല്ലൊരു കൗൺസിലാണ്. ഇത് അവിടെയും ശക്തമായ ദിവസങ്ങളിൽ അഭിഷേകമുള്ള 2 കുഞ്ഞുങ്ങൾ ഇളയ കുഞ്ഞിനുമായിട്ട് 11 മാസം ആയതേ ഉള്ളൂ. അനുഗ്രഹിക്കപ്പെട്ട കുടുംബത്തെ ദൈവം നമുക്ക് സ്തോത്രം. ഓക്കെ, പ്രാർത്ഥന നമുക്ക് അറിയിക്കാൻ വിശ്വസിക്കുന്ന കർത്താവ് വലിയ കാര്യം ഇവിടെ ചെയ്യട്ടെ. ദൈവം നമുക്ക് ഒത്തിരി പേരുടെ ഒരു പുതിയ അഭിഷേകത്തെ ദൈവം ഞാൻ വിശ്വസിക്കുന്നു. നമ്മളെല്ലാം ഈ വിശേഷം നമ്മൾ ഉപസിക്കുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ദൈവത്തോടു കൂടെ വസിക്കുക എന്നുള്ളത് അല്ലേ? അപ്പോൾ ദൈവത്തോട് വസിക്കുമ്പോൾ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അവരുടെ ആത്മാവിനെ നമ്മുടെ മേൽ ഒന്നുകൂടെ വേണം. എത്ര കർത്താവിന്റെ അഭിഷേകത്തെ ഒന്നുകൂടെ പ്രതികരിക്കുന്നുണ്ട്. പുതിയ ആത്മതലത്തെ എല്ലാം ഒരു പുതിയ അഭിഷേകം പ്രാപിക്കാത്തവരെല്ലാം നമ്മൾ ലാസ്റ്റ് കുറച്ച് സമയം പ്രസംഗിച്ച് നമ്മൾ അഭിഷേക പകർച്ചയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഞാൻ ദൈവാത്മാവിൽ ശരണപ്പെടുന്നു. നമുക്ക് എല്ലാവർക്കും അല്പം നേരത്തെ ചിന്തയ്ക്ക് ആധാരമായ ഒരു വേദവാക്യമുണ്ട്. അപ്പോസ്തലരുടെ പുസ്തകം 1-ാമത്തെ അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യം വായിച്ചു. ആ കാലത്ത് ഏകദേശം 120 പേരുള്ള ഒരു സംഘം കൂടിയിരിക്കുമ്പോൾ പത്രോസ് സഹോദരന്മാരുടെ നടുവിൽ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞത്. ആ കാലത്ത് ഏകദേശം 120 പേരുള്ള ഒരു സംഘം കൂടിയിരിക്കുമ്പോൾ പത്രോസ് സഹോദരന്മാരുടെ നടുവിൽ എഴുന്നേറ്റ് എല്ലാവരും ശ്രദ്ധിക്കണേ. സന്തോഷമാണല്ലോ. എല്ലാവരും ബൈബിൾ ഒന്ന് കുറച്ചു നേരം അടച്ച് എല്ലാവരും ശ്രദ്ധിച്ചാൽ എല്ലാവരും ബൈബിളെ അടച്ചു വെച്ചു. ഞാൻ ബൈബിൾ വായിപ്പിക്കുന്നില്ല. അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം വായിക്കും. എല്ലാവരും ബൈബിള് അടച്ച് മടി മാറ്റി എല്ലാവരും ഫ്രീ ആയിട്ടിരുന്നാണ്. എല്ലാ ദൈവങ്ങളും ഫ്രീ ആയിട്ടിരുന്നാണ്. മറ്റൊന്നുമല്ല, പറ്റിയായിരിക്കും. നമുക്ക് ബന്ധുക്കൂസ് കുഴപ്പമുണ്ട്. ഒരു വാക്യം വായിച്ചാൽ പിന്നെ ആദ്യമായിട്ടായിരിക്കും ബൈബിള് കാണുന്നത്. പിന്നെ ഇന്നേ വരെ കാണാത്ത പോലെ കുത്തിയിരുന്നത്
ഒരേ സമയത്ത് പ്രത്യേക കുറിപ്പ് നമുക്കുണ്ട്. ഒരേ സമയത്ത് പ്രസംഗം കേൾക്കുകയും ചെയ്യും, ബൈബിൾ വായിക്കുകയും ചെയ്യും. മീറ്റിംഗ് ചോദിച്ചാൽ സൂപ്പർ ആണെന്ന് പറയുന്നത് ലാസ്റ്റ് വായിച്ചിടവില്ല. കേട്ടോ, അപ്പൊ അങ്ങനെ ഇരിക്കണ്ട. ഒരു ദൈവം നൽകിയ പ്രത്യേക ദൈവിക ചിന്തകൾ പറഞ്ഞു പ്രാർത്ഥിക്കുന്ന എന്നേക്കാൾ ശക്തമായിട്ട് ശുശ്രൂഷിക്കുന്ന അഭിഷിക്തരാണ് നിങ്ങളുടെ മുമ്പിൽ. നിങ്ങളെല്ലാം വിശേഷ ഈ നമുക്ക് ബന്ധുക്കൂസർ കുഴപ്പമുണ്ട്. ഒരു കുറുവാക്യം വായിക്കപ്പെട്ട് നമ്മൾ ആസ്വാദം പറയും. ഒരാമേ കാരണം ഈ പ്രസംഗിക്കുന്ന ഭാഷയേക്കാൾ അറിവാണ് വിശ്വാസികൾ. ഇപ്പൊ 21 ദിവസം നമ്മൾ വാസം ഇപ്പൊ കഴിഞ്ഞ 6 ദിവസമായിട്ട് 12 മെസ്സേജ് നിങ്ങൾ കേട്ട് കഴിഞ്ഞു. കേട്ടില്ലേ? ഇന്ന് കഴിയുന്ന 13ാമത്തെ മെസ്സേജാണ്. ഒരാമേ ഈ ഒരാഴ്ച ഞാൻ 13 മെസ്സേജ് കേട്ടില്ല. ഒരാമേ കാരണം ഞങ്ങൾക്ക് കേൾക്കാൻ പറ്റാത്തതൊക്കെ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട് അല്ലേ? അപ്പൊ നല്ല അറിവുണ്ട്. എന്നാലും എന്താ പറയുക, നമ്മൾ ഒന്നുകൂടെ കൊതിയോടെ നമ്മൾ ഇരിക്കാം. കാരണം നമുക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യാം. ഒന്നുകൂടെ നാളെ പറഞ്ഞേ. നമ്മൾ വായിച്ച വാക്യം അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യമാണ്. ആ വാക്യം തുടങ്ങിയത് ഇങ്ങനെയാണ്: ആ കാലത്ത്, എല്ലാവരും പറഞ്ഞേ, ഒരു കാലത്തെ കുറിച്ച് ഒരു വിഷയം അതിസംബോധന ചെയ്യണമെങ്കിൽ ആ കാലത്ത് മറക്കാൻ പറ്റാത്തൊരു ചരിത്രം ഉണ്ടായിട്ടുണ്ട്. ഒരു കാലത്തെ കുറിച്ച് ഒരു വിഷയം അതിസംബോധന ചെയ്യണമെങ്കിൽ ആ കാലത്ത് മറക്കാൻ പറ്റാത്തൊരു ചരിത്രം. ഒരു കാര്യം പറയാവേ, മറക്കാൻ പറ്റാത്ത ചരിത്രം മാത്രമല്ല, ആ കാലത്ത് മറക്കാൻ പറ്റാത്ത വ്യക്തികളും ഉണ്ടാകും. ആവർത്തിച്ചു പറയുന്നത് ഈ 2026 ഓഗസ്റ്റ് മാസമാണ്. ഇപ്പോൾ ഞങ്ങൾ ആവർത്തിച്ച് പറയുന്നു, ഈ 9 അല്ലെ, ഞാൻ പറഞ്ഞു ഓഗസ്റ്റ് മാസം 9-ാം തീയതി മുതൽ പരിശുദ്ധാത്മാവ് ഞാൻ പറയാണ്, ഈ കാലത്ത് ഒരു ചരിത്രം ഉണ്ടാകണം. ആ ചരിത്രം ഉണ്ടാകുമ്പോൾ അതിനകത്ത് മറക്കാൻ പറ്റാത്ത വ്യക്തികളായി ദൈവം നമ്മളെ മാറ്റണം. ഞാനൊന്ന് ആവർത്തിച്ച് പറയാമേ. ഈ അപ്പോസ്തലരുടെ പുസ്തകം നമ്മൾ മൊത്തത്തിൽ പഠിച്ചാൽ ഏകദേശം 6 ഇടങ്ങളിൽ ആ കാലത്തെന്ന് പറഞ്ഞിട്ടാണ് ചില വിഷയങ്ങൾ അതിസംബോധന ചെയ്തിട്ടുള്ളത്. കാരണം അങ്ങനെ പറഞ്ഞ ഓരോ വിഷയങ്ങൾക്കകത്തും അടുത്ത സമയത്ത് ഒരു ചരിത്രം ഉണ്ടായിട്ടുണ്ട്. ആ കാലത്ത് സഭയെ പീഡിപ്പിക്കാൻ ഹെരോദാവ് കൈനീട്ടി. അപ്പോൾ കാരണം ആ കാലം പെരുകി നിൽക്കുന്ന കാലമാണ്, ദൈവസഭ ഉയർന്ന കാലമാണ്. അപ്പോഴാണ് സഭയെ തകർക്കാൻ ഹെരോദാവ് കൈനീട്ടി യാക്കോബിനെ കൊന്നു, പത്രോസിനെ പിടിച്ചടച്ചു. അപ്പോൾ ആ ഒരു കാലത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ അവിടെ മറക്കാൻ പറ്റാത്തൊരു അനുഭവം ഉണ്ട്. മനുഷ്യന് നമ്മൾ ലോകത്തൊരു കാര്യം പറയാം. നമ്മൾ 1947 എന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്നത് എന്നാ? മറക്കാൻ പറ്റുന്ന വിഷയമാണോ? അല്ല. അപ്പോൾ നമ്മൾ ഒന്നുകൂടെ പറയുന്നു, ആ കാലത്ത് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ അതിനകത്ത് മറക്കാൻ പറ്റാത്ത ഒരാളില്ലേ? പറ. ഉണ്ട്, മഹാത്മാ ഗാന്ധി. അപ്പൊ ഞാൻ ഒറ്റ കാര്യം പറഞ്ഞു, അപ്പോൾ ഇങ്ങനെ ഒരു കാലം ഉണ്ടെങ്കിൽ ഒരു ചരിത്രം ഉണ്ടാകും, അവിടെ മറക്കാൻ പറ്റാത്ത ഒരു സ്വതന്ത്രം പറഞ്ഞേ. ഞാൻ വിശ്വാസത്തോടെ പ്രഖ്യാപിക്കുകയാണ്, ഈ 2026 കഴിഞ്ഞ ജൂലൈ മാസം വരെ കാണാത്ത ചിലത് ഈ പട്ടണത്തിന്റെയും തുറക്കാൻ പോവാണ്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ശബ്ദമുയർത്തി കാലങ്ങൾ കാണിച്ച് ദൈവത്തിന് ആത്മാവിൽ നന്ദി പറഞ്ഞു. ഈ ദേശത്ത് മറക്കാൻ പറ്റാത്ത ചില ദൈവിക ചരിത്രങ്ങൾ മാത്രമല്ല, അതിനകത്ത് മറക്കാൻ പറ്റാത്ത ചില വ്യക്തികളെ പരിശുദ്ധാത്മാവിനെ എഴുന്നേൽപ്പിക്കാറുണ്ട്. മറക്കാൻ കഴിയാത്ത അളവിൽ മറക്കാൻ പറ്റാത്ത പരിശുദ്ധാത്മാവ് ചിലരെ ഇനി പകൽ നിറയ്ക്കുവാനാഗ്രഹിക്കുന്നു. പ്രവൃത്തിയുടെ പുസ്തകം നമ്മൾ അക്കാലത്ത് എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞതിനോടൊപ്പം നിങ്ങളുടെ ഉള്ളിലെല്ലാം വന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്തായിരിക്കും? ബന്ധക്കോസ്തരാമല്ലേ? എന്താ പറഞ്ഞേ? ഇനി 2 കാര്യം. ഒന്ന്, ആ കാലത്തിനകത്ത് തൊട്ട് മുമ്പ് ചില കാര്യങ്ങൾ ഉണ്ടാകും, അതിനുശേഷം മറക്കാൻ പറ്റുന്ന ചരിത്രവും ഇല്ല. അവിടെ മറക്കാൻ പറ്റുന്ന 2 കാര്യങ്ങളാണ്. ഒന്ന്, നമ്മുടെ കർത്താവ് യേശുവിന്റെ ഉയർപ്പാണ്. എന്താണ്? യേശുവിന്റെ ഉയർപ്പ്. ലോകത്തിൽ ഭൂമിയിൽ മനുഷ്യനായി ജനിക്കപ്പെട്ട സകല മനുഷ്യനും മരിച്ചു. പക്ഷെ ഒരാൾ ഉയർക്കാതിരുന്നപ്പോൾ വേഷത്തിൽ മനുഷ്യനായി ഭൂമിയിൽ ജനിക്കപ്പെട്ട നമ്മുടെ കർത്താവ്, അവൻ 3-ാം നാൾ യേശു ഉയർത്തെഴുന്നേറ്റു. ഇതൊരു ചരിത്രം പോലെ ദേശത്ത് മുഴങ്ങി നിൽക്കുമ്പോൾ ബൈബിൾ പറഞ്ഞു 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ യേശു കർത്താവ് താൻ ഉയർത്തെഴുന്നേറ്റ ശേഷം താൻ ജീവിച്ചിരിക്കുന്നു എന്നുള്ള അനവധി ദൃഷ്ടാന്തങ്ങൾ, സ്വർഗ്ഗരാജ്യത്തിന്റെ ദൃഷ്ടാന്തങ്ങളാണ് യേശു തന്റെ ശിഷ്യന്മാരുടെ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുക. എന്നിട്ട് ബൈബിൾ പറഞ്ഞിങ്ങനെയാണ്, 40-ാം ദിവസമായപ്പോൾ യേശു തന്റെ ശിഷ്യന്മാരെ തന്റെ അരികിൽ പിടിച്ചു വെച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, സ്തോത്രം, നിങ്ങൾ എങ്കിൽ നിന്ന് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കണം. കേട്ടോണേ, എന്തിനാ കാത്തിരിക്കണ്ടേ? ഇനി അവിടെ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട വാക്ക് എങ്കിൽ നിന്ന് കേട്ട. അപ്പോൾ കേൾക്കണമെങ്കിൽ യേശു എന്ത് ചെയ്തിരുന്നു? പറഞ്ഞിരുന്നു. ഒറ്റ വാക്ക്,
ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവം അത് നിവർത്തിക്കും. ഒന്നുകൂടെ പ്രാർത്ഥിക്കാൻ പറയാം. ഇതുപോലെയാണ് ഇത് യേശു മാത്രമല്ല, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് യോവേൽ പ്രവാചകനടക്കം ഒത്തിരി പ്രവാചകന്മാർ പറഞ്ഞൊരു വാക്കാണ് അടുത്ത ദിവസങ്ങൾക്ക് ഇത് സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ യേശു പറഞ്ഞ വാക്ക് ഇങ്ങനെ എങ്കിൽ നിന്ന് കേട്ട്. അപ്പോൾ ഒരു വാക്ക് പറഞ്ഞാൽ ദൈവത്തിന് വാഗ്ദത്തം പറയാൻ ഒരു കാലമാണെങ്കിൽ ദൈവത്തിന് വാഗ്ദത്തം നിവർത്തിപ്പാൻ എന്തുണ്ട്? ഇനി ഒരു വായിക്കട്ടെ, ഞാൻ പറഞ്ഞില്ല. അപ്പോസ്തലരുടെ പുസ്തകം 7-ാം അധ്യായം 17-ാമത്തെ വാക്യത്തിൽ വായിക്കട്ടെ, ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഇങ്ങനെ വാക്ക് പറയുന്നത്, ദൈവം അബ്രഹാമിനോട് അരുളി ചെയ്ത വാഗ്ദത്ത കാലമായപ്പോൾ. കേട്ടോണേ, എന്താണ് വാഗ്ദത്ത കാലം? അപ്പൊ വാഗ്ദത്തം പറയാൻ ഒരു കാലം ഉണ്ടായിരുന്നു. വാഗ്ദത്ത കാലം ആയില്ലേ? വാഗ്ദത്തം പറഞ്ഞെങ്കിൽ എന്ത് ചെയ്യും? ഇനി ഇവിടുത്തെ പ്രത്യേകത, ഈ വാഗ്ദത്തത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇത് നിവർത്തീകരിക്കപ്പെടുന്ന 430 വർഷങ്ങൾക്ക് ശേഷമാണ്. അതിനുശേഷമാണ്. അപ്പോൾ ഒരു വാക്ക് ദൈവം എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ 4 തലമുറ കഴിഞ്ഞാൽ അതിനേരത്തെ പ്രവചനം കേട്ട വ്യക്തി മരിച്ചാലും പ്രവചിച്ച പ്രവാചകൻ മരിച്ചാലും പ്രവചനങ്ങൾക്ക് മരണമില്ല. അതെത്ര കാലം കഴിഞ്ഞാലും നിന്നെയും നിന്റെ തലമുറയും അത് പിന്തുടരുക തന്നെ ചെയ്യും. വിശ്വസിക്കുന്നത് വാഗ്ദത്തം പിന്തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനകത്തിരിക്കുന്ന സകല ദൈവമക്കളെ നോക്കി പ്രവചിക്കുകയാണ്. ഒരു വർഷം നീ കേട്ടില്ലായിരിക്കാം, നിന്റെ പിതാക്കന്മാർ കേട്ട ചില വാഗ്ദത്തങ്ങൾ ഇന്ന് പകലിൽ നിന്നെ പിന്തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് പകൽ നീ ഇപ്പോൾ ആയിരിക്കുന്ന മേഖലകൾ നിന്നെ ഞെരുക്കിയാലും ഒതുക്കിയാലും എത്രയൊക്കെ കഷ്ടപ്പെടുത്തിയാലും നീ എന്നും അതിനകത്ത് ഒതുങ്ങിത്തീരുക. എന്റെ ദൈവം അനുവദിക്കത്തില്ല. നിന്നെ പിന്തുടരുന്ന, നിന്റെ തലമുറയെ പിന്തുടരുന്ന സകല വെല്ലുവിളികൾ പോലെ അതിനേക്കാൾ ശക്തമായ വാഗ്ദത്തങ്ങൾ നിന്നെയും നിന്റെ തലമുറയും പിന്തുടരുന്നുണ്ട്. ഈ പലരും വിശ്വസിക്കുന്നു. ചില നിവർത്തികൾ നിന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് നിന്റെ മേൽ വെളിപ്പെടുത്തുക. നിങ്ങളുടെ പകൽ എപ്പോഴും ഒരു വാക്കണമല്ലോ, എന്നെ കഷ്ടത പിന്തുടരുന്നു, എന്നെ പോരാട്ടം പിന്തുടരുന്നു, എന്നെ പാരമ്പര്യ ശക്തികൾ പിന്തുടരുന്നു, എനിക്കെതിരെ വെല്ലുവിളികൾ പിന്തുടരുക, എന്നെ ഉയരാൻ പറ്റാതെ പൈശാചിക വെല്ലുവിളികൾ എന്നെ പിന്തുടരുന്നു. ഇന്ന് പകൽ ഒരു ദൂത് ഞാൻ പറയണേ, ഇതൊക്കെ പിന്തുടർന്നെങ്കിലും ഒരു സമയം കഴിയുമ്പോൾ ഇതിന്റെ ആധിപത്യങ്ങൾ പൊട്ടുകയാണ്. പക്ഷേ ഒരു ദൂത് ഞാൻ പറയാം, നീ ഒന്നുകൂടെ പറയാം, ചാരമായ പോലും നിന്റെ മേൽ കിടക്കുന്ന വാഗ്ദത്തങ്ങൾ നിന്നെ അതിനകത്തുനിന്ന് പോലും ജീവിപ്പിക്കാം. ഇന്ന് പകൽ ചില വിശ്വസിക്കുന്നെങ്കിൽ ആത്മാവിൽ പല എന്റെ പിന്നെ വാഗ്ദത്തം പിന്തുടരുന്നുണ്ട്. എന്റെ തലമുറയുടെ പിന്നെ വാഗ്ദത്തം തുടരുന്നുണ്ട്. ഒരു വാഗ്ദത്തം കേട്ട് എത്ര വർഷം കഴിഞ്ഞു? 430 വർഷങ്ങൾ കഴിഞ്ഞു. സത്യം പറഞ്ഞ ഈ നിവർത്തീകരിക്കപ്പെട്ട ഒറ്റയാണ് ഈ ദൂത് കേട്ടവരല്ല. നിങ്ങൾ കേട്ടിട്ടില്ലാത്തത് പോലും നിങ്ങളുടെ മേൽ കൊണ്ടുവരാൻ ദൈവത്തിന് പറ്റും. ഒറ്റ വെളിപ്പാട് പറയാതെ നിങ്ങൾക്കറിയാം, ആ കാലഘട്ടം നമുക്കറിയാം. ഒരു 4ാം തലമുറ, ഞാൻ പറയാം, ഒരു തലമുറ കഴിഞ്ഞാൽ അടുത്ത തലമുറയിലേക്ക് ഒരു വിഷയം കടന്നു വന്നാൽ പിന്നെ അവരുടെ ചരിത്രത്തിനകത്ത് അവർക്ക് ഇവിടെ ചിന്തിക്കാൻ പറ്റുന്നില്ല. 3ാം തലമുറ, 4ാം തലമുറ പിന്തുടരുക. പക്ഷെ ഇത്രയും പിന്തുടർച്ച് നടത്തുമ്പോൾ സ്വർഗത്തിന്റെ വാഗ്ദത്തം സാധ്യതയില്ലാത്തവരുടെ മേൽ അത് ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്നെങ്കിൽ ഇതിനകത്തിന് മറുപടിയില്ല, സാധ്യതകളില്ല. ഞങ്ങൾ നിങ്ങളുടെ തലമുറകൾ കുടുംബം ഈ പരിധിക്കകത്ത് ഒതുങ്ങിപ്പോയെന്ന് ആരെങ്കിലും പറയുന്നെങ്കിൽ ഇന്ന് പകൽ വാഗ്ദത്തത്താൽ ഞാൻ ചിലരോട് പ്രവചിക്കുകയാണ്. സംഭവിക്കാൻ സാധ്യതയില്ലാത്ത ചില അത്ഭുതങ്ങൾ ഇന്ന് പകലിൽ നിന്റെ വീടിനകത്ത് നിന്റെ തലമുറയുടെ
ആമേൻ പറഞ്ഞേ. ഒരു ചിന്ത പറയാമേ. സത്യത്തിൽ എബ്രായന്റെ കൊട്ടാരം തുറക്കപ്പെട്ട രണ്ടുപേർക്ക് മാത്രമേ ഉള്ളൂ. ഹലോ, ഒന്ന് ആർക്കായിരുന്നു? യോസേഫ്. ഒരു ആമേൻ പറഞ്ഞു. പിന്നെ തുറന്നത് ആർക്കാണെന്നറിയോ? മോശെ. ഒരു ആമേൻ. സത്യത്തിൽ യോസേഫ് അവിടെ എത്തപ്പെട്ടതിന് ശേഷം അവർ ഒതുങ്ങപ്പെടുക. ഒരു ആമേൻ. അവരുടെ പിതാക്കന്മാർ കാലുകുത്തിയപ്പോൾ, സ്തോത്രം, അവർ പെരുകി തുടങ്ങിയപ്പോൾ, യോസേഫിനെ അറിയാത്ത രാജാവ് അവിടെ ഉയർന്നു കഴിഞ്ഞപ്പോൾ ബൈബിളിൽ പറഞ്ഞ ഇവരെല്ലാം ഒതുങ്ങപ്പെട്ടു പോയി. ഞാൻ ചോദിക്കട്ടെ, പിതാക്കന്മാർ സമൃദ്ധി കണ്ടവരാണ്, പിതാക്കന്മാർ നന്മ കണ്ടവരാണ്. പക്ഷേ അറിയാത്തൊരു ഫറവോൻ അവിടെ ആധിപത്യം ചുമത്തിയപ്പോൾ മുതൽ ആ മേഖലകളെല്ലാം ബ്ലോക്ക് ആയി പോയി. ഒരു ദൂത് ഞാൻ പറയാം, പിതാക്കന്മാരുടെ കാലത്ത് തുറക്കപ്പെട്ട പലതും ഇന്ന് പല അടഞ്ഞു നിൽക്കുമ്പോൾ ഒരു ദൂത് ആത്മാവിൽ ഞാൻ പറയുന്നു, അടുത്ത തലമുറ അതിനെ സിമ്പിളായി കയറാൻ പോവുകയാണ്. വിശ്വസിക്കാൻ പിതാക്കന്മാർക്ക് എത്തപ്പിടിക്കാൻ കഴിയാത്തത് തലമുറയിലേക്ക് ദൈവം തുറന്നു കൊടുക്കുക. അപ്പോൾ ഇന്ന് ചിലതൊക്കെ നമ്മൾ എന്ത് ചെയ്യാൻ പോവാം? തിരിച്ച് ഞാനൊന്ന് ആവർത്തിച്ച് പറയുന്നത്, കഷ്ടത മാത്രമല്ല, പോരാട്ടം മാത്രമല്ല, നമ്മളെ വാക്തത്വം പിന്തുടരുന്നുണ്ട്. അടുത്തിരിക്കുന്ന വ്യക്തിക്കൊന്ന് കരം കൊടുത്ത് മുഖത്ത് നോക്കി നിന്റെ വാക്തത്വം പിന്തുടരുന്നു. എന്താ പിന്തുടരുന്നത്? എന്താ പിന്തുടരുന്നത്? ഇന്നലെ നമ്മൾ കേട്ടത് കഷ്ടത പിന്തുടരുന്നു, പോരാട്ടം പിന്തുടരുന്നു. ഓ, അത് മാത്രമാണോ? എന്താ പിന്തുടരുന്നേ? ഉറപ്പാണേ? അപ്പം നമ്മൾ ജയിക്കത്തില്ലെന്ന് ഉറപ്പല്ലേ? ഓക്കെ, ഇനി ചില വാക്തത്വങ്ങൾ ശ്രദ്ധിക്കണേ. ഈ അബ്രഹാമിന് പറഞ്ഞ കേട്ട വാക്തത്വം 25 വർഷം കഴിഞ്ഞ് നിവർത്തിയിരിക്കപ്പെട്ടതുകൊണ്ട് ചെയ്ത് വേഗത്തിൽ സംഭവിക്കുന്നുണ്ട് അല്ലേ? എന്നാൽ ഈ പല കാര്യങ്ങൾ, പല വിഷയങ്ങൾ നമ്മൾ പഠിച്ചാൽ ചിലത്, അതായത് പറഞ്ഞു തീർന്ന മണിക്കൂറുകൾ സംഭവിച്ചതുകൊണ്ട്, മാസങ്ങൾ കൊണ്ട്, ദിവസങ്ങൾ കൊണ്ട്, ഇല്ലേ, നിമിഷങ്ങൾ കൊണ്ട് സംഭവിച്ച പല നൂതന നിവർത്തീകരണമുണ്ട്. പക്ഷെ ഇവിടെ യേശു കർത്താവ് തന്റെ ശിഷ്യന്മാരെ മുഴുവനും വിളിച്ചു വരുത്തി. ഇനി കേട്ടണേ, ഇവരുടെ ഇപ്പോഴത്തെ ആകുലത ചെറിയ ആകുലതയല്ല. കാരണം യേശു ക്രൂശിക്കപ്പെടുന്ന കൺമുമ്പിൽ കണ്ടവരാണ് ശിഷ്യന്മാർ, ബാക്കിയുള്ളവരല്ല. ഇവിടെ ഉള്ളിനകത്തെല്ലാം ഭയങ്കര അങ്കലാപ്പാണ്. അടുത്ത നിമിഷം എന്താകും, എങ്ങനാകുമെന്ന് അറിയത്തില്ല. യേശു അവരെ പല രീതിയിൽ ധൈര്യപ്പെടുത്തിയിട്ട് ഇവർക്ക് ആർക്കും അത്രത്തോളം ഉറപ്പ് പല ഇടങ്ങളിൽ അവർക്ക് കിട്ടിയിട്ടില്ല. എന്നാൽ യേശു ഇവരെ എല്ലാവരും വിളിച്ചത് പറയാണ്, നിങ്ങൾ എങ്കിൽ നിന്ന് കേട്ട് വാർത്തത്തിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യാൻ പറഞ്ഞു? ഇനി ആ ഒരു പ്രധാനപ്പെട്ട മർമ്മം എന്നല്ലോ, കാത്തിരിക്കാൻ പറഞ്ഞിട്ട് യേശു പറഞ്ഞ ഏറ്റവും വലിയ ദൂത് 40-ാം ദിവസം യേശു പറഞ്ഞിട്ട് യേശു എന്ത് ചെയ്യാം? സ്വർഗ്ഗാരോഹണം ചെയ്തില്ലേ? പക്ഷെ അടുത്ത 10-ാം ദിവസമായപ്പോൾ പരിശുദ്ധാത്മാവ് അവിടെ മേൽ ഇറങ്ങി വരിക. കേട്ടതിന് വേണ്ടി നിങ്ങൾ ഇരിക്കാൻ തയ്യാറാണ്. അടുത്ത 10 ദിവസം കഴിയും ഇരുന്നത് പോലെ ആരും എഴുന്നേക്കാൻ അനുവദിക്കത്തില്ല. ഉപവാസത്തിന്റെ 7-ാം ദിവസം ഞാൻ ആത്മാവിൽ പ്രവചിക്കാതെ കേട്ടോ. അടുത്ത 10 ദിവസങ്ങൾ ഒരാമേ പറഞ്ഞേ. 10 ദിവസങ്ങൾ ചില കുടുംബങ്ങൾ, ചില തലമുറകൾ ആത്മാവിൽ പിഴവെടുക്കാൻ തയ്യാറായ ചില വീടിനകത്ത് ചില തലമുറകൾ സംഭവിക്കാൻ സാധ്യതയില്ലാത്ത
നമ്മളിങ്ങനെ പറയുമ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ കൊണ്ട് വിശ്വസിക്കാൻ ഭയങ്കര പറഞ്ഞേ പ്രയാസമല്ലേ? പക്ഷെ അങ്ങനല്ല. ഞാൻ പറയും, പണ്ടൊക്കെയാണ് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട വിശ്വാസി നമ്മൾ ആദ്യം വന്ന സമയങ്ങളിൽ ദൈവം എന്ത് പറഞ്ഞാലും നമ്മൾ പൊട്ടനെ പോലെ എന്ത് ചെയ്യാൻ. പക്ഷെ ഇപ്പൊ കുറച്ച് തഴക്കവും പഴക്കവും ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മളെല്ലാം എങ്ങനെ അറിയാം, നടക്കട്ടെ എന്നിട്ട് ഈ ചിന്താഗതിയാണ് പലതും നമ്മൾ ചിലത് പറയുമ്പോൾ അതിനെ സ്വീകരിക്കാൻ നമ്മൾ ധൈര്യം അതെന്റെ മേലെ തലമുറ മേലൊക്കെ സംഭവിക്കുന്നത് നമ്മൾ വിശ്വസിച്ചു. ഈ തലേ തൊട്ട് വരുന്ന, ഞാൻ പ്രവാചകനാണ്, ദൈവം പ്രവചിക്കും. ഈ തലേ തൊട്ട് പറയുന്ന ദൈവശബ്ദത്തെക്കാൾ പവറുണ്ട് വചനത്തിലുള്ളവരുടെ പ്രവചനത്തെ. തട്ടുമ്പോൾ അത് എന്നോടാണെന്ന് സ്വീകരിക്കാൻ നമ്മൾ മനസ്സ് കാണിക്കണം. ഹല്ലേലൂയ, ആമേൻ. അപ്പോൾ ഇവിടെ യേശു പറഞ്ഞൊരു വാക്ക്, നിങ്ങൾ കാത്തിരിക്കണം, പക്ഷെ ഇരുന്ന നിങ്ങൾ 10 ദിവസം കഴിയുമ്പോൾ അല്ലേ നിങ്ങളുടെ പരിശുദ്ധാത്മാവ് വരും. എത്ര ദിവസം കഴിയുമ്പോൾ? അപ്പോൾ ഒറ്റ ദൂത് ഇതിനകത്ത് എന്തോ ഈ എലന്തൂർ പട്ടണത്തിൽ ദൈവത്തിന് ഇന്നേ വരെ ചെയ്യാൻ പറ്റാത്ത പുതിയ കാര്യങ്ങൾ ചെയ്യാനായി ഇവർ 10 ദിവസം ഒരുമിച്ചിരിക്കാൻ ദൈവം ഇവരെ ഇരുത്തിയപ്പോൾ ഇവർ ഒരുമിച്ച് എന്ത് ചെയ്തു? കേറിയിരിക്കുന്നത്. ഇനി ഇരിക്കുന്ന ഇവരുടെ ഇടയിൽ നിന്ന് അതിനെ പറഞ്ഞു പത്രോസ് സഹോദരന്മാരുടെ നടുവിൽ എഴുന്നേറ്റു. അല്ലേ? സഹോദരന്മാരുടെ നടുവിൽ അത് വാക്കെടുത്ത് പറയാൻ കാരണമല്ലോ അവനെ എഴുന്നേൽപ്പിക്കാതിരിക്കാൻ 50 ദിവസങ്ങൾക്ക് മുമ്പ് ഏറ്റവും അധികം വെല്ലുവിളികൾ അഭിമുഖീകരിച്ചവനാണ്. പറയാറ് ഈ ചിലർക്ക് ഈ ദൈവമഹത്വം അടുത്ത ദിവസങ്ങൾ, അടുത്ത മാസങ്ങളിൽ ഒരു റിസൾട്ടായി അവിടെ മേൽ ചലിക്കപ്പെടാൻ സമയമാകും. അവരുടെ സ്പിരിച്വൽ മണ്ഡലത്തെ തകർത്ത് കളയുന്ന വെല്ലുവിളികൾ അവർ അനുഭവിക്കേണ്ടി വരും. നിങ്ങൾ നോക്കിക്കേ, ഞാൻ ചിന്തിക്കാണ്, യേശുവിന്റെ കൂടെ മനുഷ്യന്മാരുണ്ടായിരുന്നു. അതിനകത്ത് യൂദ, സത്യത്തിൽ യൂദ ചെയ്ത ഏറ്റവും വലിയ കാര്യം യേശുവിനെ ചുംബനം കൊണ്ട് പരിചയപ്പെടുത്തി. അല്ലേ? എങ്ങനെ പരിചയപ്പെടുത്തി? വാഗൊണ്ടൊരു വാക്ക് പറഞ്ഞുകൂടില്ല. പക്ഷെ പത്രോസ് 3 വട്ടം യേശുവിനെ എന്ത് ചെയ്തു? വാഗൊണ്ട് തള്ളിപ്പറഞ്ഞു. എങ്ങനെ? പക്ഷെ യൂദ ചെറിയ ഒരു തെറ്റ് കാണിച്ചു. ചെറിയ തെറ്റല്ല, പക്ഷെ എന്നാൽ അതരം കൊണ്ട് ചെയ്തില്ല, ചുംബനം കൊണ്ട് എന്ത് ചെയ്തോളൂ? കാണിച്ചു. പക്ഷെ അവൻ സഹിക്കാൻ പറ്റാതെ ഒരു പിടി കരുതി തന്റെ ജീവൻ അവസാനിപ്പിച്ചത്. പത്രോസ് എപ്പോഴും നിർത്തിയില്ല. എന്തിനാണെന്നറിയോ? ഇവനെ ദൈവം നേരത്തെ തന്നെ മാളിക മുറിയിൽ ആദ്യം എഴുന്നേൽപ്പിക്കാൻ ദൈവം മുന്നമേ അവനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക. ഞാൻ ചോദിക്കട്ടെ, യേശുവിനെ 3 വട്ടം പത്രോസ് തള്ളി പറഞ്ഞു, തലേനെ കർത്താവ് പറഞ്ഞു. യേശു നേരത്തെ എന്ത് ചെയ്യാമായിരുന്നു? എന്നിട്ട് യേശു എന്ത് ചെയ്തിരിക്കുന്നു? അവന്റെ കൂടെ കൊണ്ട് എന്ത് ചെയ്യാം? യൂദ ഒറ്റ കൊടുക്കുമെന്നും ഒക്കെ കർത്താൻ എന്ത് ചെയ്യാം? അതിന്റെ അർത്ഥം നമ്മുടെ ക്യാരക്ടർ ആര് പറഞ്ഞില്ലെങ്കിൽ ദൈവം എന്ത് ചെയ്യുന്നു? നമ്മുടെ സ്വഭാവം നോക്കിയ സഭ കേൾക്കാൻ പോലും എന്ത് ചെയ്യും? പക്ഷെ എന്നാ പോലും നമ്മുടെ സ്വഭാവം അറിയുന്ന ദൈവം പറഞ്ഞേ നമ്മളെ തിരഞ്ഞെടുത്ത് വെച്ചിരിക്കുക. എന്നിട്ട് സത്യത്തിൽ നമ്മുടെ കുറവ്, നമ്മുടെ ബലഹീനത, ഞാൻ പറയാം, പാപം ചെയ്യുന്ന ഞാൻ പറയാം, നമ്മുടെ കുറവ് ദൈവം നന്നായിട്ട് എന്ത് ചെയ്യാം? അറിയാം. എന്നിട്ട് തന്നെ യേശു അവന്റെ കയ്യിൽ സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഏൽപ്പിച്ചിട്ട്, പത്രോസേ നീ പാറയാകും, നീ പാറന്ന് ഞാൻ സഭയെ സഭ പണിയേണ്ട ദൂത് ദൈവം അവന്റെ മേൽ ആദ്യം ഇട്ടിരിക്കുകയാണ്. വാഗ്ദത്തം നിന്റെ മേൽ വീണിട്ടുണ്ടെങ്കിൽ നിന്നെ എവിടെ നിർത്താതിരിക്കാൻ പിശാച് വെല്ലുവിളിക്കുന്നു. അതിനെ അതിജീവിപ്പിക്കത്തക്ക നിലയിൽ ഇന്നൊരു അഭിഷേകം നിന്റെ മേൽ വെളിപ്പെടാൻ പോവാ. ഞാൻ ഈ പത്രോസിന്റെ ഒരു സ്ഥിതി ഞാൻ പറയാം. നിങ്ങൾ നോക്കിക്കേ, സത്യത്തിൽ പത്രോസിന് യേശുവിനോട് അടുക്കാൻ പറ്റുന്നുണ്ടോ? പറഞ്ഞേ, കാരണം പറ്റുന്നതല്ല. യേശുവിന്റെ മുഖത്തുള്ളവൻ എന്ത് ചെയ്തു? അതിന്റെ മുഖത്ത് നോക്കി തള്ളി പറഞ്ഞ പത്രോസിന് യേശുവിന്റെ മുഖത്ത് നോക്കാൻ എന്തില്ല, പറ്റുന്നില്ല. യേശു കല്ലറവാദിക്കൽ, ഞാനിങ്ങനെ ചിന്തിക്കാണ്, മറിയ കല്ലറവാദിക്കൽ നിൽക്കുമ്പോഴും മറിയല്ല അവിടെ ചെല്ലേണ്ടത്. ആരാ ചെല്ലണ്ടേ? കാരണം ഈ 3.5 വർഷത്തിനകത്ത് ഏറ്റവും കൂടുതൽ അത്ഭുതം യേശു ചെയ്തത് പത്രോസിനാണ്. മറിയയ്ക്ക് 7 ദുരാത്മാക്കൾ ബന്ധിക്കപ്പെട്ടവൾ സൗഖ്യമാക്കിയ ചരിത്രം നമുക്ക് പറയണുള്ളൂ. പക്ഷെ ഒറ്റ വീട്ടിൽ കഴിഞ്ഞപ്പോൾ അവർക്ക് യേശുവിനെ വിടാൻ പറ്റുന്നില്ല. കൂടെ നിൽക്കുന്നത് വിട്ടപ്പോഴും ആരും വിട്ടില്ല. ഞാൻ പറയും, എത്ര അത്ഭുതം പ്രാപിക്കുന്നുള്ളത്
നമ്മൾ ദൈവത്തോട് കാണിക്കുന്ന സ്നേഹം, ദൈവത്തോടുള്ള ആ കരുതൽ, അങ്ങനെയുള്ളവരുടെ മുമ്പേ യേശു ആദ്യമേ വെളിപ്പെടും. ഈ മറിയിൽ എന്നിട്ടാണ് കല്ലറയിൽ യേശു ഇല്ല എന്ന് പത്രോസും യോഹന്നാനും പറഞ്ഞ ശേഷം ഇവർ രണ്ടും കല്ലറ വാതിൽക്കൽ വന്ന് വെളിയിൽ നോക്കിയിട്ട് ഇവർ അകത്ത് കയറി നോക്കിയിട്ട് ശീലേ റൂമാന് പൊതിയപ്പെട്ട് കണ്ടപ്പോൾ അവർ ഭയപ്പെട്ട് പിന്നെയും വീട്ടിൽ പോയി റൂമിലത് കഥകടച്ച് കയറി ഇരിക്കുക. പക്ഷെ അപ്പോഴും കല്ലറയുടെ വാതിൽ ഓരോ കാത്തിരിക്കുക. ഒത്തിരി വിടുതൽ ലഭിക്കുന്നതിനേക്കാൾ അപ്പുറത്ത് ഒറ്റ വിടുതൽ ലഭിച്ചവന് വേണ്ടി യേശു ഇറങ്ങി വന്നത് അവർക്ക് വേണ്ടിയാണ്. അവർക്ക് പറയാൻ ഏറ്റവും വലിയ സാക്ഷ്യം, യേശു ഉയർത്തെഴുന്നേറ്റപ്പോൾ ആദ്യമേ കണ്ടത് ഞാനാണ്. ചിലരോട് പറയാണ്, ചിലർക്ക് ഇതേപോലെ ചില സാക്ഷ്യങ്ങൾ ഈ ദിവസങ്ങളിൽ കർത്താവ് തരാമോ? അടുത്തിരിക്കുന്ന വ്യക്തി ഒന്ന് കരം കൊടുത്തേ, അല്ലെങ്കിൽ പറയാൻ പറഞ്ഞില്ല, അത് കൈ കൊടുത്തേ, എല്ലാവരും കൈ കൊടുത്തേ. എന്നിട്ട് മുഖത്ത് നോക്കി പറ, ഇവര് പറയാം പാസ് പ്രാർത്ഥിച്ചില്ല വന്ന കണ്ണടച്ച് പ്രാർത്ഥിക്കണം. കൈ കൊടുത്ത് പറഞ്ഞു ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ചിലർ പ്രസംഗിക്കുമ്പോൾ പിന്നെ ഭയങ്കര പ്രാർത്ഥന, ഒരു അമ്മേ ഭാഷ ശുശ്രൂഷ വെളിപ്പെടാനൊക്കെയാണ്. വിഷമിക്കണ്ട, രാത്രി മൊത്തം പ്രാർത്ഥിക്കാണ്. നിങ്ങൾ പ്രാർത്ഥിച്ചില്ലേ ഞങ്ങൾ എന്ത് ചെയ്യും? ആരാധിക്കുമ്പോൾ കണ്ടു കൊടുത്ത് വിളി വിളിക്കും, ഒരു അമ്മ പറഞ്ഞു. പ്രസംഗിക്കാൻ സമയത്ത് അതിന് നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞേ. യേശുവിനെ ഇവൻ 3 വട്ടം തള്ളിപ്പറഞ്ഞ പേരിൽ ഇവന് പുറത്തു വരാൻ പറ്റുന്നില്ല. ഇവർ റൂമിനകത്ത് ഇരുന്നപ്പോൾ യേശു ഇവനെ തേടി വരിക. എന്റെ ഏറ്റവും വലിയ ചിന്ത, ഇവൻ യേശുവിന്റെ കല്ലറയിൽ വരാതിന് പരാതി യേശു ഇല്ല. ബൈബിൾ പറയാണ് ഇവൻ യേശുവിനെ തേടി വരാൻ ഒരു പരാതി യേശു ഇല്ല. പക്ഷെ ബൈബിൾ പറഞ്ഞു ഇവനെ തേടി ആരും നടക്കുക. ഞാനൊരു കാര്യം പറയാം, നീ ദൈവത്തിൽ നകന്നാലും ദൈവം നിന്നെ വിടത്തില്ല. അടുത്ത ദിവസങ്ങൾക്ക് ദൈവത്തിലത് നിന്റെ മേൽ സെറ്റ് ചെയ്ത് ജീവിക്കുക. ദൈവസഭയെ നോക്കി പ്രവചിക്കുകയാണ്, ചിലരുടെ മേൽ ഇന്നേ വരെ സംഭവിക്കാത്ത ചിലത് അടുത്ത ദിവസങ്ങളിൽ സംഭവിക്കാൻ പോവാം. ആ സംഭവിക്കുന്നതിന് വേണ്ടി എന്റെ ദൈവം നിന്നെ വിടത്തില്ല. നീ നിൽക്കുന്ന ഇടത്ത്, നീ ആയിരിക്കുന്ന ഇടത്ത് നിന്നെ തേടി വരുന്ന ഒരു മഹത്വം. ചിലരുടെ ദൈവം പ്രവചിക്കുകയാണ്, നിങ്ങൾ ഒഴിഞ്ഞാലും, നിങ്ങൾ മാറി നിന്നാൽ ശ്രമിച്ചാലും, നിങ്ങൾ ഉപവാസ പ്രാർത്ഥനയ്ക്ക് വരാതിരിക്കാൻ നിങ്ങൾ ആവോളം ശ്രമിച്ചാലും എന്റെ ദൈവം നിങ്ങളെ വിടത്തില്ല കേട്ടോ. കാരണം ഒരു ദൂത് പറയാ, ഈ എന്തോ ഒരു മണ്ണിൽ അടുത്ത ദിവസങ്ങൾക്കകത്ത് എന്തോ ചിന്തിക്കാൻ പറ്റാത്ത വർഷങ്ങൾ കൊണ്ട് സഭ കേട്ടോണ്ടിരിക്കുന്ന, വർഷങ്ങൾ കൊണ്ട് കുടുംബങ്ങൾ കേട്ടോണ്ടിരിക്കുന്ന ഒരു വലിയ ദൂതിന്റെ നിവർത്തി എന്റെ ദൈവം വെളിപ്പെടുത്താൻ പോവാ. സഭ കേട്ട പലതും ഇനി നിവർത്തിക്കുന്ന സീസണാണ് കേട്ടോ. സഭകാലങ്ങൾ കൊണ്ട് കേട്ട ഒത്തിരി ദൈവിക ശബ്ദങ്ങൾ കേട്ട പറയുന്നു, ഒത്തിരി ശുശ്രൂഷകന്മാർ എഴുന്നേറ്റ് വന്ന സഭയാണ് ഈ ഇലന്തൂർ ചർച്ച ബോർഡ്. പക്ഷെ ഇന്ന് ഒരു കാലഘട്ടത്തിൽ ഒരേ അവസ്ഥയിൽ മാത്രം ഒതുക്കി നിർത്തി ഇടത്തു നിന്ന് കാലങ്ങൾ കൊണ്ട് കേട്ടു നിൽക്കുന്ന ദൈവ ശബ്ദങ്ങളുടെ നിവർത്തിയെ ദൈവം ഈ ആലയത്തിനകത്ത് വെളിപ്പെടുത്താൻ പോകുന്നു. ആത്മാവിൽ ഒരു ദൂതായി പറയുന്നു, ഇതിനകത്ത് ചില ദൈവത്തിന് വേണ്ടി പ്രയോജനമുള്ള ചില ശുശ്രൂഷകന്മാരെ, ചില അഭിഷേകം ചുമക്കുന്നവരെ, ചില യൗവനക്കാരെ കർത്താവ് ഈ ദിവസങ്ങളിൽ എഴുന്നേൽപ്പിക്കാൻ ആഗ്രഹിക്കുക. നാളുകൾക്കായി ഇത്ര ദീർഘദിവസങ്ങൾ ഫാസ്റ്റിംഗ് സമയം ഇല്ലാതിരിക്കുകയല്ലേ. പക്ഷെ ഒരു കാര്യം, ചിലത് ദൈവം ഇരുത്തുന്നെങ്കിൽ ഓർത്തോണം, ചിലതിനെ എഴുന്നേൽപ്പിക്കാൻ ദൈവത്തിന്റെ സമയമാണ്. വർഷങ്ങൾ കേട്ട് കർത്താവിന്റെ കൂടെ നടക്കുന്ന ശിഷ്യന്മാർ ഇനി കേട്ട് കൂടെ നടക്കാനില്ല. ഇനി കേട്ടത് മുഴുവനും ഇവരുടെ മേൽ ഇറങ്ങി വന്നിട്ട് ഇവരിലൂടെ ചിലത് ചെയ്യുവാൻ സമയമായി. എനിക്ക് ചില യൗവനക്കാരുടെ മേൽ, ചില ദൈവമക്കളുടെ മേൽ
ഈ പ്രാർത്ഥന കഴിയുമ്പോൾ ചിലർ ദൈവം കർത്താവിന് വേണ്ടി എഴുന്നേൽപ്പിക്കും. ചില യൗവനക്കാർ ദൈവ ശുശ്രൂഷയ്ക്ക് വേണ്ടി വരുന്നു. എന്നൊരു സഭയിൽ ഇന്നേ വരെ തുറക്കാത്തൊരു പുതിയ ചരിത്രം ദൈവാലയത്തിനകത്ത് ഇങ്ങനെ തുറന്നു തരാൻ പോകുന്നു. പിതാക്കന്മാർ കാണാത്തൊരു പുതിയ ചരിത്രം അടുത്ത തലമുറകളിലൂടെ തുറക്കുവാൻ ദൈവത്തിന്റെ പദ്ധതി ഉണ്ട് എന്ന് യൗവനക്കാർ ശുശ്രൂഷയ്ക്ക് വേണ്ടി കൂടെ നിൽക്കാം. സഭ അതിനു വേണ്ടി ദൈവം ദിവസങ്ങൾ അസാധാരണമായി എഴുന്നേൽപ്പിക്കും. ഒരു പുതിയ ചരിത്രം ഈ ഫാസ്റ്റിംഗോടെ സഭയ്ക്ക് വേണ്ടി തുറക്കുമെന്ന് ദൈവം എന്ന് പറയാൻ വിശേഷം. ഞാൻ ഒരു ചിന്ത പറയാം. ഈ നമ്മൾ 21 ദിവസം ഉപവാസമൊക്കെ നമ്മൾ ആദ്യം പ്രഖ്യാപിക്കുമ്പോൾ നമുക്ക് ആദ്യം ഭയങ്കര ടെൻഷനാണ്. 21 ദിവസം എങ്ങനെ പോകാണ്? 21 ദിവസം ഡെയിലി പോകണം, എല്ലാ കാര്യങ്ങളും പോകണം, ചെന്നില്ല ഭാഷ വരാതെ പറയും. നമുക്ക് ആദ്യം നമുക്ക് എപ്പോഴാണോ എങ്ങനെയായിരിക്കും. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഉപവാസം തീരാറാകുമ്പോൾ നമുക്ക് പിന്നെ അങ്ങനെ സഹിക്കാൻ പറ്റത്തില്ല. പിന്നെ തീരാൻ പോകണം പിന്നെ ആകുന്നതേ ദൈവം തീരത്. കാരണം ഈ സാന്നിധ്യം കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ ഞാൻ പ്രവചിക്കും. ഇതുപോലെ സാന്നിധ്യ സമയത്ത് ഇറങ്ങിയിരിക്കാട്ടോ. മറക്കാൻ പറ്റാത്ത ഒത്തിരി എക്സ്പീരിയൻസുകൾ ഈ പ്രാർത്ഥനയിൽ നിങ്ങൾ തരും കേട്ടോ. ചില കുടുംബങ്ങൾ അങ്ങനെ ചില അടയാളങ്ങൾ ചില വീടിനകത്ത് കർത്താവ് തുറക്കാമോ? തലമുറകളെ വാക്കുകൾ ഭയങ്കരമായി പറയാൻ പറ്റും. ചില തലമുറകൾ അതിനുവേണ്ടി നിയോഗിക്കാൻ വേണം. നിന്റെ പേര് ഒരു പ്രവാചകനെ ഞാൻ കണ്ടോ. കർത്താവിനെ ശക്തമായി കരം പിടിക്കും. നിന്റെ പിതാക്കന്മാർക്ക് എത്തിപ്പിടിക്കാൻ കഴിയാത്ത പലതും നിന്നിലൂടെ ദൈവം തുറന്നു. ഞാനിത് പറയുമ്പോൾ ഇതിപ്പോ ഞാൻ മാത്രമല്ല, ഇത് ഒത്തിരി പ്രവാചകന്മാർ നിന്നോട് പറഞ്ഞൊരു പ്രവചന ശബ്ദം. ഇത് ദൈവം ഇങ്ങനെ ഒന്നുകൂടി ഉറപ്പിക്കുക കേട്ടോ. പക്ഷെ നിന്റെ മനസ്സ് അതിന് ഇതുവരെ സെറ്റ് ആയിട്ടില്ല. പക്ഷെ ഇന്ന് കർത്താവിനെ അടുത്തൊരു അധ്യായത്തിലേക്ക് കർത്താവിനെ കരം പിടിക്കും. രാജ്യാന്തര മിനിസ്ട്രിക്ക് വേണ്ടി കർത്താവിനെ കണ്ടിരിക്കുന്നു എന്ന് സ്വർഗ്ഗം നിന്നോട് പ്രവചിക്കാൻ പറയുന്നു. ഒരു ചെറിയൊരു പാസ്റ്ററായിട്ടിരിക്കാനല്ല, ലോകം അറിയപ്പെടുന്ന ഒരു പ്രവാചകനായി കർത്താവിനെ അഭിഷേകം ചെയ്യുമെന്ന് കർത്താവ് നിന്നോട് ശക്തമായി ഇടപെടുന്നു. വിലപ്പെട്ടൊരു നിയോഗം നിന്റെ മേൽ ഇന്ന് ആത്മാവ് തുറന്നു തരാൻ പോവുകയാണ്. ഒരു ആമേൻ. നിന്നോട് ഇഷ്ടപ്പെടുന്നില്ല പറയാറോ. യാക്കോബിന്റെ തലയ്ക്ക് മീതെ യാക്കോബ് പ്രതീക്ഷിക്കാതെ സ്വർഗം തുറന്നത് അവൻ ചിന്തിച്ചപ്പോഴല്ല, അവൻ ചിന്തിക്കാത്ത സമയത്ത് അവന്റെ മുമ്പിൽ സ്വർഗം തുറന്നതുപോലെ നീ ചിന്തിക്കാത്ത സമയത്ത് നിന്റെ മുമ്പിൽ സ്വർഗം തുറക്കാൻ പോകണം. ഒത്തിരി കാര്യങ്ങൾ ചെറുപ്രായം മുതലേ ചെയ്യുവാൻ പ്ലാനോട് നടക്കുക. പക്ഷെ നിന്റെ ബുദ്ധി കൊണ്ട് നീ എത്ര ഓടിയിട്ടും നിനക്ക് എത്തപ്പെടാൻ ഒരുപാട് സാഹചര്യങ്ങൾ വെല്ലുവിളി നിനക്കെതിരെയുണ്ട്. പക്ഷെ ഇന്ന് പകൽ കർത്താവ് പറയുന്നു, ദൈവത്തോട് പറ്റി നിന്നോ. യാക്കോബിനെ ഇസ്രായേലാക്കിയതുപോലെ ദൈവം നിന്റെ ചരിത്രത്തെ തിരിക്കുമെന്ന് പരിശുദ്ധാത്മാവ് നിന്നോട് വ്യക്തമായി പ്രവചിക്കാൻ പറയുന്നു. ദിവസങ്ങളിൽ പ്രാർത്ഥനയിൽ ദൈവത്തോട് പറ്റി നിന്നോ. പ്രാർത്ഥനകൾക്ക് നീ വില കൊടുത്തോ. എന്തോ നിന്റെ പിതാക്കന്മാർ പരാജയപ്പെട്ട മണ്ണിൽ അവർക്ക് എത്തിപ്പിടിക്കാൻ കഴിയാത്തൊരു വഴിത്തിരിവ് നിന്റെ മേൽ തുറന്നു തരാൻ ദൈവത്തിന്റെ പദ്ധതി ഉണ്ട് എന്ന് ആത്മാവ് പ്രവചിക്കുക നിന്നോട്. അപ്പോൾ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാക്ക്, ഇവർക്ക് ആർക്കും യേശുവിനെ പിന്തുടരാൻ പറ്റുന്നില്ല. പക്ഷെ യേശു വിട്ടു അവരെ. ഒറ്റ ദൂതം നിങ്ങൾ മാറിയാലും ദൈവം നിങ്ങളെ വിടത്തില്ല. കാരണം അടുത്ത 50 ദിവസത്തിനകം പെന്തക്കോസ്ത് വരും. ഇവർ ആ പ്ലാനകത്തല്ല, പക്ഷെ യേശു ആ പ്ലാനകത്ത്. ഞാൻ പറയുന്നു, നിങ്ങൾ ചില പ്ലാനകത്തല്ല, പക്ഷെ ദൈവം ചില പ്ലാനകത്ത് നടക്കുന്നു. ഇവരുടെ ചിന്താഗതി ഏതൊരു സാഹചര്യം തെരഞ്ഞെടുത്ത് എങ്ങനെയും ഒക്കെ പോകണം, പക്ഷെ ദൈവം വിടത്തില്ല. ഒത്തിരി സഞ്ചരിച്ചു, പല വഴികൾ തേടിയെത്തി, പക്ഷെ പലതിലും നിനക്ക് സക്സസ് ആകാൻ പറ്റിയിട്ടില്ല. പക്ഷെ കർത്താവ് ഇപ്പോൾ നിന്റെ സാഹചര്യങ്ങൾ എങ്ങും എത്തപ്പെടാൻ പറ്റാത്തൊരു മേഖലയാണ്. പക്ഷെ കർത്താവ് ഇന്ന് പകൽ ദൂതനെ പ്രവചിക്കുകയാണ്, നിന്റെ പ്ലാനല്ല ദൈവത്തിന്റെ പ്ലാന്. നിങ്ങളെ കുറിച്ച് ദൈവത്തിന് ഭയങ്കര പദ്ധതി. ഒത്തിരി ഓടുന്ന കാലം, പക്ഷെ എങ്ങും എത്തപ്പെടാൻ എവിടെയും നിന്നെ ഒത്തിരി വലയ്ക്കണം. പക്ഷെ ഇന്ന് അഭിഷേകം നിന്റെ ലൈഫിനെ, നിന്റെ റൂട്ടിനെ ക്ലിയർ, നിനക്ക് യഥാർത്ഥമായ ഒരു വഴി എന്റെ ദൈവം തുറക്കാൻ പോകുന്നത്. ദൈവസഭയ്ക്ക് പല ശുശ്രൂഷകന്മാർക്ക് നിന്റെ കുടുംബം ഒരു അത്ഭുതമാണ്. കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഒത്തിരി നിൽക്കേണ്ട ഒരു കുടുംബമാണ് നിന്റേത്. ദൈവം നിന്നെ മാത്രമല്ല, നിന്റെ 2 തലമുറകളെയും ദൈവ ദിവസങ്ങളിൽ സന്ദർശിക്കാൻ പോവുകയാണ്. നിന്റെ കൂടാരത്തിനകത്ത് പ്രതീക്ഷിക്കാൻ പറ്റാത്തൊരു മഹത്വം സ്വർഗ്ഗം തുറക്കുന്നു എന്ന് ആത്മാവ് പ്രവചിക്കാൻ പറയുകയാണ്. പല വീടുകളെ ദൈവം കൊടുക്കുക, പല ഭവനത്തെ ദൈവം കൊടുക്കുക. നിന്റെ വീടിനകത്ത്
പക്ഷെ ദൈവം അറിയുന്നില്ല. പത്രോസ് വായുവിന്റെ വാക്കിനെയാണ് അവൻ ഭയപ്പെട്ട് അവൻ ദൈവത്തിന് അകന്ന് നിൽക്കുന്നത്. നിങ്ങൾക്കറിയോ, എന്നിട്ട് യേശു ഇറങ്ങി വന്നിട്ട് നിങ്ങൾ സമാധാനം എന്ന് പറഞ്ഞ് ഇവരെ സമാധാനപ്പെടുത്തി ഊതി പരിശുദ്ധാത്മാവിനെ ആക്കിയിട്ട് പറഞ്ഞു, പിതാവ് എന്നെ അയച്ചതുപോലെ ഞാൻ നിങ്ങൾ എന്ത് ചെയ്യാൻ പോവാ. ഇത്രയൊക്കെ പറഞ്ഞിട്ട് പോലും അവർക്ക് വീണ്ടും സെറ്റാക്കാൻ പറ്റുന്നില്ല. ചിലപ്പോൾ നമ്മളിങ്ങനെ എത്ര ദൂരം കേട്ടാലും നമ്മുടെ മൈൻഡ് സെറ്റാത്തില്ല. നമ്മുടെ ഉണ്ട്, ഞാൻ പറയാം, നമ്മൾ മനുഷ്യരാണ്, നമുക്ക് കുറവുകളുണ്ട്. ഞാൻ ചോദിക്കട്ടെ, കുറവ് ഇരുന്നപ്പോൾ തന്നെ ദൈവം പ്രവചിച്ചേ പറഞ്ഞേ? പത്രോസിന് കുറവ് ഉണ്ടപ്പോൾ തന്നെ പത്രോസ് യേശുവിന്റെ കാലത്ത് ശവമൊന്നും കാണില്ല. പക്ഷെ യേശു അവനെ തേടിച്ചിട്ട്, കാരണം കുഞ്ഞെ അടുത്ത ദിവസത്തിനകത്ത് എനിക്ക് നീ ഇപ്പോൾ നടക്കുന്നത് പോലല്ല, നിന്നെ അടുത്തൊരു അഭിഷേകത്തിന് നടത്താൻ പോകും. ഞാൻ എല്ലാ ദൈവങ്ങളും പറഞ്ഞു കേട്ടോ, നിങ്ങൾ ഇപ്പോൾ നടക്കുന്നത് പോലല്ല, ഇപ്പോൾ ഇരിക്കുന്നത് പോലല്ല, നിങ്ങളെ അടുത്തൊരു അഭിഷേകത്തിലേക്ക് ദൈവം നയിക്കാൻ പോകും. അങ്ങനെ നടത്തു പറയുമ്പോൾ നിങ്ങൾ ഇപ്പോൾ ഇരിക്കുന്നത് പോലെ ഇരിക്കാനല്ല, ഇപ്പോൾ സഞ്ചരിക്കുന്നത് പോലെ സഞ്ചരിക്കാനല്ല, ഇപ്പോൾ ഭയപ്പെട്ട് ഓടിക്കുന്നത് പോലെ ഓടിക്കാനല്ല, നിങ്ങളെ സകലത്തിലും ധൈര്യശാലിയെ പോലെ മുന്നറിയിപ്പ് കൊണ്ടുവരാൻ. നമ്മുടേതായ ചില കുറവുകൾ, ഈ വേണ്ടുവണ്ണം പ്രാർത്ഥിക്കാൻ പറ്റിയില്ലെങ്കിൽ, വേണ്ടുവണ്ണം ഉപസിക്കാൻ പറ്റിയില്ലെങ്കിൽ, ഇനിപ്പോട്ട വായിന്ന് ചില വാക്കുകൾ നമുക്ക് ദേഷ്യത്തോട് വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മുടെ ചിന്തയിൽ എന്തെങ്കിലും നമ്മൾ നിരൂപിച്ചാൽ, നമുക്ക് പ്രാർത്ഥിക്കാനോ ആരാധിക്കാനോ പറ്റാതെ നമ്മുടെ വിഷം ഞെരുക്കിക്കളയും. നോക്കി ഇതേപോലെ ഫൈറ്റിനകത്ത് നിൽക്കുക പത്രോസ്. പക്ഷെ ദൈവം പറഞ്ഞു, നീ പ്രശ്നത്തിനകത്താണെന്ന് എനിക്കറിയാം, പക്ഷെ എനിക്ക് നിന്നെ വിടാൻ ചെയ്യത്തില്ല. പറ്റുമോ? ബൈബിൾ പറയും, എന്നിട്ടും യേശു ഇത്രയും സ്നേഹിച്ച് അവരുടെ ഇറങ്ങി വന്ന് വളരെ വാക്കുകളാണ്, നിങ്ങൾക്ക് സമാധാനം, പിതാവ് എന്നെ അയച്ചതുപോലെ ഞാൻ നിങ്ങൾ എന്ത് ചെയ്യാൻ പോവാ. എന്നിട്ട് ഊതി അവിടെ ആത്മാവിനെ ആക്കിയെന്ന. എന്നിട്ടും ദൈവം അവിടെ നിന്ന് മാറിക്കഴിഞ്ഞപ്പോൾ പലയിടത്തും ഒറ്റയ്ക്കല്ല, കൂടെ നിൽക്കുന്നത് വിളിച്ചു വെച്ചാൽ ഇവൻ എത്ര ദൂത് കേട്ടിട്ട് എത്ര സാന്നിധ്യം അനുഭവിച്ചിട്ടും ഇവൻ അങ്ങോട്ട് മൈൻഡിൽ സെറ്റാകാൻ പറ്റുന്നില്ല. ഞാൻ പറയും, മാസത്തിന്റെ 7ാം ദിവസമാണ്. ഇതിനകത്ത് ഇപ്പോഴും പലർക്കും മൈൻഡിൽ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പോൾ ഈ മാസത്തെ അങ്ങോട്ട് ഉൾക്കൊള്ളാൻ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പൊ ദൂത് കേൾക്കുമ്പോൾ അങ്ങോട്ട് സെറ്റ് ആകാൻ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല. ഇതൊക്കെ ചുമ്മാ ഇത്ര പറഞ്ഞേ പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്നു. ഈ സത്യത്തിൽ അങ്ങോട്ട് ഉൾക്കൊള്ളാൻ എന്ത് ചെയ്യാം, മൈൻഡ് അങ്ങോട്ട്. നിങ്ങൾ നോക്കിക്കേ, എന്നിട്ട് ഇവന്റെ മൈൻഡ് സെറ്റ് ആകാൻ ഇവൻ അലഞ്ഞ് നടക്കുമ്പോഴും യേശുവിന് അറിയാം ഇവൻ അലഞ്ഞ് നടക്കുക. എന്നിട്ട് കരയിൽ യേശു കരയിൽ ചുട്ട അപ്പു വറുത്ത മീനും കൊണ്ട് ഇവിടെ ഇരിക്കുക. ആരെ കാത്തിരിക്കുക? എടാ, നീ എത്രയൊക്കെ നോക്കിയാലും നിനക്കിപ്പോ പറ്റത്തില്ലെന്ന് അറിയാം. പക്ഷെ യേശുവിന്റെ സ്നേഹം കണ്ടോണേ, ഇവനെ അപ്പോഴും പുറഞ്ഞു നടക്കുക. ഞാൻ ഇത്രയും നാളും ദൈവത്തെ എവിടെ കിട്ടും? ഈ ദൈവശബ്ദം ഞാൻ നിന്നെ കേൾപ്പിക്കണമെങ്കിൽ ഇത്ര നല്ല ദൈവത്തെ എവിടെ കിട്ടുമെന്ന് പോയി അറിയില്ല. ഞാൻ പറയുന്നത് ഞാനിവിടെ പ്രസംഗിക്കേണ്ടതല്ല. ഒരു അമ്മേ ഷോർട്ട് ടൈമിലെ ഭാഷനെ വിളിച്ച് ഒരു അമ്മേ. അപ്പൊ ഞാൻ എന്തോ ഇന്ന് ഞാനിവിടെ പ്രസംഗിക്കണമെന്ന് ദൈവം മുന്നേ കണ്ടു. ഈ ദൈവശബ്ദം ഇത് തന്റെ തവണ ഞാൻ നിങ്ങൾ ഇന്ന് പകൽ നിങ്ങളുടെ മൈൻഡ് ഒന്ന് മാറ്റും. അടുത്ത ദിവസങ്ങൾക്കകത്ത് എന്റെ ദൈവം നിങ്ങളെ പുതിയതൊന്നാക്കി മാറ്റാൻ പോകും. ഞങ്ങൾ പ്രവാചകന്മാർ, പക്ഷെ ഞങ്ങൾ ദിവസം ചിലപ്പോൾ നമുക്കും ചില ക്ഷീണമൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ നമ്മുടെ വിശ്വാസം ഇടയ്ക്കിടെ കഴിഞ്ഞ ദിവസമാണെങ്കിൽ ഞാനിങ്ങനെ പ്രസംഗത്തെ ഞാനൊരു മീറ്റിംഗ് ചെന്നപ്പോൾ അന്ന് രാവിലെ ഞാൻ ശുശ്രൂഷ കയറിയപ്പോൾ ഈ പ്രവചനത്തെ കുറിച്ച് ഇങ്ങനെ ദൈവത്തെ കഥാവേ ഈ പ്രവചിക്കുന്നുണ്ട്, പല കാര്യങ്ങളും പല ഡിലേ എന്ന് പറയുന്നത് നടക്കുന്നില്ല. പക്ഷെ അപ്പൊ നമ്മൾ മനസ്സിൽ ഡൗൺ ആയപ്പോൾ എന്നോട് ദൈവം അന്ന് ഒരു വലിയൊരു ഫേവർ ചെയ്ത് അതെന്നെ ഭയങ്കരമായിട്ട് ഉറപ്പിച്ചു. ഞാൻ കഴിഞ്ഞ 4-5 മാസങ്ങൾക്ക് കോട്ടയത്ത് പാഷ കേക്കറിയിട്ട് പാഷത്തെ പ്രസംഗിക്കാൻ പകൽ രാത്രിയിലും മീറ്റിംഗ് പോയി. അപ്പൊ പകലത്തെ മീറ്റിംഗ് രാത്രി ലൈവ് ഉണ്ട്. അപ്പൊ പകലത്തെ സെക്ഷൻ ഒരു ദേവദാസൻ ഒരു കുടുംബം അവർ കറുകച്ചാലിൽ നിന്ന് മെസ്സേജ് കേട്ടിട്ട് അവർക്ക് അവിടെ ഇരിക്കാൻ പറ്റാതെ രാത്രി അവിടെ മീറ്റിംഗ് കൂടാൻ വേണ്ടി അവർ കറുകച്ചാലിൽ നിന്ന് വണ്ടി ഓടിച്ച് കോട്ടയത്ത് വന്നു. മീറ്റിംഗ് വന്നു. അപ്പൊ ഭയങ്കര ഇടയ്ക്ക് അന്തരീക്ഷം കയറിയപ്പോൾ ഈ പ്രവാചകന്റെ വിളി കിടക്കുന്നത് എങ്ങനെ പ്രസംഗിച്ചാലും തൂ വരും. അപ്പോൾ ഇടയ്ക്ക് നിയോഗം കയറി. ഞാൻ പെട്ടെന്ന് ഇദ്ദേഹത്തിന്റെ തലയത്തോട്ട് പറഞ്ഞു, സൗദി നിനക്ക് വേണ്ടി തുറന്നു പറഞ്ഞു കേട്ടോ. ഇത് പറഞ്ഞപ്പോൾ ഇദ്ദേഹം ചാടി എന്നിട്ട് ഭയങ്കര ആരാധന കഴിഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് ഇതുപോലെ സ്റ്റേജ് വന്ന് മൂളി കയറി ഇങ്ങനെ കയറാൻ തുടങ്ങിയപ്പോൾ ഇദ്ദേഹം പുറത്തു നിന്നുണ്ടോ പാഷ കണ്ടോ. ഞാൻ എന്ത് പറ്റി?
പുള്ളി പറഞ്ഞു 2 മാസം ദൂത് പറഞ്ഞ സ്പോട്ടിൽ സൗന്ദര്യ ദിവസം ദൂത് പറഞ്ഞ സ്പോട്ടിൽ പറഞ്ഞേ. അപ്പൊ എനിക്ക് ഉറപ്പായി എന്റെ ശുശ്രൂഷയ്ക്ക് എന്റെ ഹൃദയത്തിലൊന്ന് ഉറപ്പാണ്. അപ്പൊ ഞാൻ പ്രവചിക്കുകയാണ്, നിങ്ങൾക്ക് വേണ്ടി ചിലതൊക്കെ ചെയ്യാം. നിങ്ങൾ എവിടെയോ ഡൗണാ ഒരു അമ്മ ചില വിഷയത്തിനകത്ത് അതൊക്കെ ദൂതായിട്ടോ. ഈ സഭയ്ക്കകത്തു പോലും നിങ്ങൾ കാണുന്നല്ലേ, സഭയ്ക്ക് അകത്തു പോലും ചിലർക്ക് മനസ്സുകൊണ്ട് എടുക്കാൻ പറ്റാതെ എവിടെയൊക്കെ ഡൗൺ ആയി കിടക്കുക. സഭയ്ക്കകത്ത് പല കുടുംബങ്ങൾക്കകത്തു പോലും ഞാൻ അടുത്ത മീറ്റ് എന്നെ വിളിക്കുന്നത് ഒരു നിർബന്ധവുമില്ല, പക്ഷെ എവിടൊക്കെയോ നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നു പറ അകന്നിരിക്കുക, ഡൗൺ ആയിരിക്കുക. എന്ന് വെച്ചാൽ എത്ര കേട്ടാലും എത്ര പ്രസംഗിച്ചാലും എത്ര ദൂത് കേട്ടാലും ഒന്നും നമ്മളെ കൊണ്ട് ഇറങ്ങാതെ എവിടെയോ നമ്മൾ എന്ത് ചെയ്തിരിക്കുക. പക്ഷെ ഇന്ന് ദൈവം അവനെ പൊട്ടിക്കാൻ പോകും. ഇത്രയും ദിവസങ്ങളിൽ കണ്ടിന്യൂസ് ദൈവദാസന്മാരെ വിളിച്ചു വരുത്തി നിങ്ങളെല്ലാം ദൈവശബ്ദം ദൈവം ഓരോ ദിവസവും വ്യത്യസ്ത അളവിൽ ദൈവം കേൾപ്പിക്കണമെങ്കിൽ ഞങ്ങൾ ഇന്ന് ഞാൻ ഇപ്പോൾ പറയുമ്പോൾ ഇന്ന് 7ാം ദിവസമാണ്. എനിക്ക് അവിടെ ആര് പ്രസംഗിച്ചൊന്നും ആരും ഒന്നും എനിക്കറിയത്തില്ല. പക്ഷെ പല ദൂതുകളുടെ ഒന്നുകൂടെ പറയാം ആവർത്തിയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ ചില കുടുംബത്തിനകത്ത് ദൈവം ചിലത് തുറക്കാൻ പോവാ, തലമുറയിൽ ദൈവം ചിലത് നടത്താൻ പോവാ. നടക്കത്തില്ലെന്ന് നിന്റെ ലൈഫിനെ നോക്കി ഈ ഫാസ്റ്റിംഗ് വീടുകളെ ഭയങ്കരമായി തൊടാൻ പോകണം. നിന്റെ വീടിന് ഭയങ്കര തൊടാൻ പോകണം. ഈ ദൂത് ഞാൻ പറയുമ്പോൾ എന്തോ നിന്റെ വീടുമായി ദിവസങ്ങൾ ദൂതുകളെല്ലാം ഭയങ്കരമായിട്ട് കാണിച്ചതാണ്. എന്തോ നിന്റെ വീട്ടിൽ ഒരു ദൈവമഹത്വം ഇറങ്ങാൻ സമയമായി. നിങ്ങളെ ചിതറിക്കും, നിങ്ങളെ ഇല്ലാതാക്കുമെന്ന മണ്ണിൽ നിങ്ങളുടെ പുതിയ മഹത്വത്തെ ദൈവം തുറക്കാൻ പോകുന്നു. നിന്റെ ഭാവിയിലുള്ള വെല്ലുവിളികൾ പൊളിക്കുകയാണ്. ദൈവം നിന്റെ മേൽ പുതിയ ചരിത്രത്തെ തുറക്കാൻ സമയമായത് കർത്താവ് പ്രവചിക്കാൻ പറയുന്നു. ഇപ്പോൾ ഒരു അഭിഷേകം നിന്റെ മേൽ വെളിപ്പെടാൻ പോകും. ഇന്ന് പല വീടുകൾക്കകത്തും ചിന്തിക്കാൻ പറ്റാത്തത് കണ്ടോ ചെയ്യാൻ പോവാം. യേശു ഇവർ മാറിയിട്ടും യേശു കരയെ കാത്തിരിക്കുക. എന്തിനു വേണ്ടിട്ടാ? ഇവനെ പിടിക്കാൻ. ഒരു ആമേൻ. ഇന്ന് ഞാൻ ആരോ പറഞ്ഞു, നിങ്ങളെ ദൈവം കൈവിടത്തില്ല. നിങ്ങൾ കുറവുണ്ട്, നിങ്ങൾ സാഹചര്യങ്ങൾ കൊണ്ടായിരിക്കും മാറുന്നത്, പക്ഷെ എന്റെ യേശു നിങ്ങളെ വിടത്തില്ല. അടുത്ത ദിവസങ്ങൾക്കകത്ത് എന്തോ നമ്മുടെ ഹോളി ദൈവത്തിന് ചെയ്യാനുണ്ട്. പട്ടണത്തിൽ ദൈവത്തിന് ചെയ്യാനുണ്ട്. കുറച്ച് നാളും കൂടെ താൽക്കാലിക ഭാഷ, അടുത്തൊരു അടിസ്ഥാന ദൈവസഭ ഇടും. ദൈവം ചെയ്യാൻ സമയമായി. സാന്നിധ്യം സഭയ്ക്ക് വേണ്ടി തുറന്നു കഴിഞ്ഞു. പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ഒത്തിരി കാര്യങ്ങൾ ദൈവസഭയ്ക്ക് വേണ്ടി കർത്താവ് തുറക്കാൻ പോകും. പക്ഷെ യേശു കൈവിടാതെ ഞാൻ ഒരു ഒറ്റ വിഷയം പറഞ്ഞു. പത്രോസിനെ പെരുത്ത മീൻകൂട്ടം കൊടുത്തിട്ട് യേശു ചോദിക്കുക, എന്നാ പറയും, നീ ഇവയിൽ അധികമായി എന്നെ എത്ര വട്ടം ചോദിച്ചു? ഉറക്കെ പറ. ഞാൻ ഒരു വീട് പറയാവേ. അവൻ തള്ളി പറഞ്ഞ 3 വാക്ക് അത് ഭൂമിയിൽ അവനോട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അതുകൊണ്ട് അവന്റെ അധരത്തിൽ തന്നെ ദൈവം 3 വട്ടം പറയിപ്പിക്കുക. എവിടെ നിനക്കെതിരെ വെല്ലുവിളി ശബ്ദമായി ഉയർന്നിരിക്കുന്നു, ആ പരാജയത്തെ പൊളിച്ചുകൊണ്ട് ദൈവം അവിടെ തന്നെ ക്യാൻസൽ ചെയ്തിട്ട് ആത്മാവിനെ പറയുന്നു.
പറഞ്ഞ 3 വാക്കിനെ പിടിച്ചിരിക്കുക. യേശുവിനാണ് ഈ വാക്ക് ഇവന്റെ വായിൽ നിന്ന് ഇങ്ങനെ പൊട്ടിക്കാതെ, ഇവൻ പറഞ്ഞതിനെ പൊട്ടിക്കാതെ ഇവന് കേറാൻ പറ്റത്തില്ല. കർത്താവ് യേശുവിനെ അറിയാം. അവൻ തന്നെ കർത്താവ് നിനക്ക് സകലതും അറിയാലോ. ഇത് പറയിപ്പിക്കണമെങ്കിൽ അതിനു മുമ്പ് ദൈവത്തിന് അവനെ കൊണ്ട് അതേ സ്ഥലത്ത് അതേ മണ്ണിൽ അവന്റെ ആ തലത്തിൽ അതിനെ ക്യാൻസൽ ചെയ്യണം. ഒന്നുകൂടെ ആവർത്തിച്ച് പറഞ്ഞു, എവിടെയോ നിന്റെ വാ കൊണ്ട് നീ പറഞ്ഞ് നീ ഒതുങ്ങിപ്പോയെടുത്ത് ഇന്ന് പകൽ നിന്റെ വാ കൊണ്ട് തന്നെ അതിനെ ക്യാൻസൽ ചെയ്ത് നിങ്ങളുടെ നാവിനെ ആയിരങ്ങളുടെ ദൈവത്തിന് ഉപയോഗിക്കണം. ഇവരുടെ വാക്കുകൾ 10,000ങ്ങളുടെ നടുവിൽ മുഴങ്ങണം. ഇവരുടെ വാക്കിൽ രോഗികൾ സൗഖ്യമാകണം. ഇവരുടെ വാക്കിൽ മരിച്ചവർ എഴുന്നേൽക്കണം. ഇവരുടെ വാക്കിൽ അത്ഭുതങ്ങൾ നടക്കണം. ഇന്ന് പകൽ നിന്റെ നാവിനെ പൊരുത്ത നാവിനെ പിടിച്ചു കെട്ടുന്ന സകല അവകാശ വ്യാപാരങ്ങളെ ഇന്ന് പകൽ ആത്മാവിൽ ജയിക്കാം. അതരങ്ങൾ തട്ടിപ്പോയി, അതരങ്ങൾ പറഞ്ഞുപോയി, അതരങ്ങൾ സംഭവിച്ചു പോയി. അതിനകത്തൊന്ന് പറ, എന്റെ അതരം കൊണ്ട് പറഞ്ഞതിനെ ഞാൻ ക്യാൻസൽ ചെയ്യാം. എന്റെ അതരം കൊണ്ട് വീണതിനെ ക്യാൻസൽ ചെയ്തേ. യേശു 3 വട്ടം, ഞാൻ ആ ഭാഗം എന്റെ ഉള്ളിൽ കത്തിരിക്കാനാണ് കേട്ടോ. 3 വട്ടം പറഞ്ഞത് അവന്റെ അതരത്തിൽ നിന്ന് വീണത് അവന്റെ കാതിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുക. ഞാൻ യേശുവിനെ തള്ളി പറഞ്ഞവനാ, ഞാൻ യേശുവിനെ തള്ളി പറഞ്ഞവനാ. ഇതിനൊക്കെ മാറ്റാൻ പറ്റും ദൈവ സ്നേഹത്താൽ. അതുകൊണ്ട് യേശുവിന്റെ കുഞ്ഞെ, നീ ഈ വൈലധികമായി എന്നെ സ്നേഹിക്കുന്നു. ഇന്ന് പകൽ അവൻ പറഞ്ഞു, ഞാൻ ഈ വൈലധികമായി നിന്നെ സ്നേഹിക്കുന്നു. തള്ളി പറഞ്ഞ ഓരോ വാക്കിനകത്തും ദൈവ സ്നേഹം കൊണ്ട് ദൈവം അതിനെ ക്യാൻസൽ ചെയ്യിച്ചെങ്കിൽ ഇന്ന് പകൽ നിന്റെ അവതരത്തിൽ വീണ ഓരോ നെഗറ്റീവിനെ ദൈവ സ്നേഹം കൊണ്ട് എന്നെ യേശു ക്യാൻസൽ ചെയ്യുക. നിങ്ങൾ അവിടെ ചിന്തിച്ചു, നിങ്ങൾ നോക്കിക്കേ, സത്യത്തിൽ പന്തിരുവരുടെ നടുവിൽ ഇവർ എഴുന്നേക്കാൻ എന്തെങ്കിലും സാധ്യതയുണ്ടോ? പറഞ്ഞേ. ഞാൻ ഇവിടെ മാറുവോട് ചേർന്ന് വറ്റിക്കിടന്ന യോഹനൻ അവിടെ കൂടെ നിൽക്കണം. യേശു അവനെ പോലും അവിടെ കൊണ്ടുപോകുന്നില്ല. കാരണം യേശുവിന്റെ ആഗ്രഹം ഇവനെ കൊണ്ട് തന്നെ ചെന്ന്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, പത്രോസിനെ ഉപയോഗിച്ചെങ്കിൽ നമ്മളെന്നെ ഉപയോഗിക്കുന്നില്ലേ? നമ്മുടെ ചിന്തകളും നമ്മുടെ വർത്തമാനങ്ങളുമാണ് പലപ്പോഴും നമ്മൾ ഒതുക്കിക്കളയും. പക്ഷെ ഇതിനെ ഇന്ന് പകരം നമ്മൾ പൊളിക്കണം. ഞാനൊരു പദം പറയാം. ഈ പത്രോസിന്റെ ചിന്താഗതിയെ പൊട്ടിക്കുന്ന അത്ഭുതം എന്താ ചെയ്യുന്നത്? അവൻ പറഞ്ഞു, നാദാ കഴിഞ്ഞ രാത്രി മുഴുവൻ അധ്വാനിച്ചു, എനിക്കൊന്നും ചെയ്തില്ല. പക്ഷെ യേശു പറഞ്ഞു, കുഞ്ഞെ നീ വലയപ്പെടാ. അവൻ വലയൊക്കെ ബൈബിൾ പറഞ്ഞു ഒറ്റയ്ക്ക് വലിക്കാൻ. അവന്റെ ചിന്താഗതികൾ ഞെട്ടിച്ച. ഞാൻ പറയും, നമ്മുടെ ലൈഫിൽ ഇന്നേ വരെ ദൈവം നമ്മളെ നടത്തിയത് നമ്മളെ ചിന്താഗതികൾ പൊട്ടിച്ചോണ്ടല്ലേ. ഒന്ന് എഴുതി നോക്കിയാൽ എത്രയോ അത്ഭുതങ്ങൾ. ഞാൻ ഇതിനകത്ത് ആർക്കും മൈക്ക് കൊടുത്തവർക്ക് എല്ലാം പറയാൻ സാക്ഷി കാണും. പറയാൻ സാക്ഷിയില്ല, സാക്ഷിയില്ലേ? ഉണ്ട്. ഒരമ്മ എല്ലാവർക്കും പറയാൻ എന്തുണ്ട്? ആ ഓരോ അത്ഭുതങ്ങൾ. ഞാൻ ചോദിക്കട്ടെ, ഇന്നലെ ഇത്രയും അത്ഭുതത്തിലൂടെ ദൈവം നിന്നെ പുറത്തു കൊണ്ടുവന്നെങ്കിൽ വിഷയങ്ങൾ ഒതുക്കിയാൽ നിന്റെ ചിന്താഗതിയെ പൊട്ടി നിന്നെ വീണ്ടും പുറത്തിറങ്ങാൻ ദൈവത്തിന് പറ്റത്തില്ല. അതുകൊണ്ടല്ലേ അവൻ മലയിറക്കി 150 അല്ലേ? 150 പെരുത്ത മീൻകൂട്ടം. ഒരു ചെറിയ മീനല്ല, വലിയ ഒരു അമേ. സത്യത്തിൽ അപ്പോഴും പത്രോസ് ഞെട്ടിപ്പോയി. ആ മീൻ കണ്ടപ്പോഴാണ് മനസ്സിലായത് ഇത് കർത്താവാണത്. കാരണം ഞാൻ അകന്നാലും എന്നിൽ അകലാതെ, ഞാൻ മാറിയാലും എന്നിൽ മാറാതെ, എന്റെ ചിന്താഗതിയെ പൊട്ടിക്കുന്ന അത്ഭുതം, എന്റെ വലക്കകത്തുരുക്കി എന്നെ മടക്കി വിളിക്കുന്ന ദൈവമുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ ദൈവമക്കൾ, നിങ്ങളുടെ എല്ലാം ജീവിതത്തിൽ നിങ്ങളെ ചിന്തകളെ പൊട്ടിക്കുന്ന അത്ഭുതങ്ങൾ നിങ്ങളുടെ മേലെ നോക്കാം. അങ്ങനെ വിശ്വസിക്കാൻ പറ്റുമോ? നിങ്ങളുടെ ചിന്തകളെ അതുകൊണ്ട് അയ്യോവേ, നിനക്ക് ഗ്രഹിച്ചുകൂടാത്ത മഹാകാര്യങ്ങൾ അവൻ ചെയ്യുന്നത്. ഇങ്ങനെ വാക്ക് നിനക്ക് ചിന്തകൾക്ക് ചിന്തിക്കാൻ പറ്റാത്ത, നിനക്ക് ഗ്രഹിക്കാൻ പറ്റാത്ത എന്നാ വാക്കല്ലേ? നിങ്ങൾ പറയാം, ഞങ്ങളിങ്ങനെ
ഒരു പാരമ്പര്യ വിശ്വാസിയായിട്ടല്ല, ഞങ്ങളുടെ ചിന്തകളെ പൊട്ടിക്കുന്ന അത്ഭുതം ഞങ്ങളുടെ മേൽ ഒന്ന് നിവർത്തിക്കണമെന്ന് ആഗ്രഹിക്കാൻ തയ്യാറാണ്. ഒരു സാധ്യത പോലും ഇവർ എഴുന്നേക്കാനില്ല. പക്ഷെ ദൈവം അവന്റെ സഹോദരന്മാരുടെ നടുവിൽ എന്ന് പറഞ്ഞ് വിശ്വസിക്കാം. എഴുന്നേൽപ്പിക്കത്തിൽ എന്ന് പറഞ്ഞ ഇടത്ത്, വെല്ലുവിളികളുള്ള ഇടത്ത്, നിന്റെ വാക്കൊണ്ടൊരു വാക്ക് മിണ്ടാൻ അനുവദിക്കുന്ന പറഞ്ഞ ഇടത്ത് അടുത്ത ഒരു ജനറേഷനെ എഴുന്നേൽപ്പിക്കാം. അവനെ തന്നെ ദൈവം എഴുന്നേൽപ്പിച്ചെങ്കിൽ ഇന്ന് പകൽ എഴുന്നേൽപ്പിക്കത്തിൽ എന്ന് പറഞ്ഞ ഒരു തലമുറയെ എഴുന്നേൽപ്പിക്കാൻ വേണ്ടി പെന്തക്കോസ്ത് തുറന്നതുപോലെ ഞാൻ പ്രവചിക്കുന്നു. 21 ദിവസം ഉപവാസ പ്രാർത്ഥന സഭയ്ക്കൊരു പെന്തക്കോസ്തായി മാറാൻ പോകുക. സഭയ്ക്കൊരു പെന്തക്കോസ്തായി മാറാൻ പോകുക. സഭയ്ക്കൊരു പെന്തക്കോസ്തായി മാറാൻ പോകുക. ഓരോ പ്രസംഗങ്ങളിലും ഒന്നുകൂടെ പറയും, ഇന്നലകളിൽ ഈ ദിവസങ്ങളിൽ 7 ദിവസത്തിനകത്തും പെന്തക്കോസ്ത് ഇവിടെ പ്രാർത്ഥന കണക്റ്റായിട്ടുണ്ട്. അതെങ്ങനെ പക്ഷേ അത് സംഭവിക്കാൻ വേണ്ടി ഒരു അമേ സത്യമല്ലേ? 5 ദിവസങ്ങളൊക്കെ എന്ത് കണക്റ്റായി ഇവിടെ പെന്തക്കോസ്ത് ചെയ്യുന്നു. അപ്പൊ അതിനകത്ത് എന്നും അത് കണക്റ്റ് ആണെങ്കിൽ പെന്തക്കോസ്ത് വരുമോ? ഇനി അടുത്ത പ്രധാനപ്പെട്ട കാര്യം, ഒന്ന്, ദൈവം എഴുന്നേൽപ്പിക്കത്തില്ലെന്ന് വിചാരിച്ച ഒരാളെ ദൈവം ചെയ്തു. ഇനി എന്റെ ചിന്തയിൽ 9-ാം ദിവസം ആയപ്പോഴായിരിക്കാം പത്രോസിനെ പന്തികളുടെ നടുവിൽ ദൈവം ചെയ്തു എഴുന്നേൽപ്പിച്ചു. എഴുന്നേൽപ്പിന് ശേഷം പത്രോസ് പെട്ടെന്ന് എന്ന് പറഞ്ഞ വാക്കില്ല, എഴുന്നേറ്റ് ശരിയാണ്. അപ്പോസ്തലന്മാർ 12 പേര് ആ ഒരു വിടവ് കിടക്കുക. ഇത് ഈ വിടവിനെ നികത്തിയാൽ, ഒരാളെ കയറ്റിയാൽ പെന്തക്കോസ്ത് വരും ഇല്ലേ? അപ്പോൾ അതിനകത്തുനിന്ന് ഒരു തെരഞ്ഞെടുപ്പ് പത്രോസ് നടത്താൻ പോകും. അതിനുവേണ്ടി പത്രോസ് തെരഞ്ഞെടുക്കുന്നല്ലോ. ആകയാൽ കർത്താവായ യേശുവിനെ യോഹന്നാന്റെ കൈക്കീഴിൽ സ്നാനം ഏൽപ്പിച്ച നാൾ മുതൽ യേശു സ്വർഗാരോഹണം ചെയ്ത നാൾ വരെ നമ്മുടെ ഇടയിൽ സഞ്ചരിച്ചു പോന്നിരുന്ന ഒരാളെ ഇതിനു വേണ്ടി തെരഞ്ഞെടുക്കും. അതിന് 2 പേരെ തെരഞ്ഞു. ഒന്ന് മത്തിയാസിനെ, 2 യോസഫിനെ. ഒരു അമേൻ. അപ്പൊ മത്തിയാസിനെയാണ് ചീട്ടെടുത്തത്. ഒറ്റ വാക്ക് പറയാം. മത്തിയാസിനെ ഒറ്റ വീട് എന്നറിയോ? മത്തിയാസ് കർത്താവ് യേശു സ്നാനപ്പെട്ടപ്പോൾ മുതൽ യേശു സ്വർഗാരോഹണം ചെയ്ത സമയം വരെ എവിടുണ്ട്? യേശുവിന്റെ കൂടെ. അപ്പൊ ഒരു ചോദ്യം, ഇവന് ശേഷമാണ് യേശു ശിഷ്യന്മാരെ പോലും തെരഞ്ഞെടുത്തത്. പക്ഷെ അതിനു മുമ്പ് ആരുണ്ട്? നിങ്ങളറിയാം, മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ 4 സുവിശേഷങ്ങൾ പഠിച്ചാലും മത്തിയാസിന്റെ പേരില്ല. പക്ഷെ അപ്പോസ്തലന്മാർ വായിക്കുമ്പോൾ മനസ്സിലാവും ഈ 4 ആരുണ്ടായിരുന്നു. ചിലരിങ്ങനെ സഭ തുടങ്ങിയപ്പോൾ സഭയുടെ കൂടെ ഉണ്ട്. ഒരു ആമേൻ. അതിന് ശേഷം വന്ന പലരും അനുകരിക്കപ്പെട്ടിട്ടും ഒരു ആമേൻ. ഇന്ന് ഒരൊറ്റ ദൂത, ദൈവം ഇന്നലകളിൽ മറുപടി ഇല്ലാത്ത ചിലരെ ഈ പ്രാർത്ഥനയിൽ ദൈവം മറുപടി തരാൻ പോകും. ഞാൻ മത്തിയാസിനെ കുറിച്ച് പറയുമ്പോൾ ഇങ്ങനെ പറയാറുണ്ട്, എന്തോ മനുഷ്യൻ നടിച്ചു നോക്കി, പരാതിയില്ലാത്ത, പരിഭവമില്ലാത്ത, ഇല്ലേ, ഒരു കാര്യവും പറയാതെ കൂടെ നിൽക്കുന്ന ഒരാളും ഇല്ലേ? ലൂക്കോസ് 9 പറഞ്ഞ സകല ഭൂതങ്ങളെ പുറത്താക്കാൻ, വ്യാധികളെ സൗഖ്യമാക്കാൻ, സ്വർഗരാജ്യം പ്രസംഗിക്കാൻ യേശു ശക്തി അധികാര ശിഷ്യന്മാർക്ക് നൽകിയപ്പോഴും കൊടുത്തപ്പോഴും ആരവിടെ ഉണ്ട്. പക്ഷെ എന്തെങ്കിലും കിട്ടിയോ? ദിവസങ്ങളെല്ലാം മുടങ്ങാതെ പ്രാർത്ഥനയ്ക്കുണ്ട്. പക്ഷെ ഒന്നും എന്ത് ചെയ്തില്ല. പക്ഷെ പെന്തക്കോസ്ത് വന്നപ്പോൾ പ്രാർത്ഥിക്കാൻ യേശു കൂടിക്കാൻ പറയുമ്പോൾ കൂട്ടത്തിൽ ഒരുവനെ പോലെ കയറിയിരിക്കുക. അപ്പോഴും പരാതിയില്ല, പക്ഷേ പരിഭവമില്ല. ഞാൻ പറയുന്നു, ചില ഇതുപോലെ ഇരിക്കുന്ന ചിലരെ എന്റെ ദൈവം കരം പിടിക്കാമോ? മത്തിയാസിന്റെ ഒരു സാക്ഷ്യം ഞാൻ പറയാം. ലോകപ്രകാരം നമ്മളാണ് പറഞ്ഞത്, യോ എന്നെ ആരും കാണുന്നില്ല, എന്റെ ദൈവത്തിന് വേണം, എന്റെ ദൈവം അറിയുന്നില്ല, എന്റെ ദൈവം മൈൻഡ് ചെയ്യുന്നില്ല, എന്നെ മാത്രം ദൈവം പരിഗണിക്കുന്നില്ല. സത്യമില്ല, അവനെ ഉപേക്ഷിച്ചത്. സത്യത്തിൽ മത്തിയാസിനെ ദൈവം കൈവിട്ടിട്ടില്ല, മത്തിയാസിനെ ദൈവം ഉപേക്ഷിച്ചിട്ടില്ല. ഞാൻ എന്റെ ഒരു ദൂതായി പറയാം, മത്തിയാസിനെ ദൈവം മറച്ചു വെച്ചിരിക്കുക. ഇന്ന് പകൽ ചിലരോട് ഞാൻ പ്രവചിക്കുകയാണ് കേട്ടോ, ദൈവം നിങ്ങളെ മറച്ചു വെച്ചിരിക്കുക. എന്തിനാണെന്നറിയാമോ? നിന്നെ കയറ്റാതെ പെന്തക്കോസ്ത് തുറക്കത്തില്ല. ഇങ്ങനെ ആവർത്തിച്ചു പറയാം, ഇന്നലകളിൽ പകലിൽ അഭിഷേകം പകർന്നിട്ടും അത്ഭുതങ്ങൾ പകൽ സംഭവിച്ചിട്ടും വിടുതലുകൾ പകൽ ഉണ്ടായിട്ടും നീ കൂട്ടത്തിൽ ഒരുവരെ പോലെ വന്നിരുന്നു പോയ ഒരാളാ. പക്ഷേ ദൈവം നിന്നെ എന്നും അവിടെ തന്നെ ഇരുത്താനല്ല, ദൈവം നിന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നത് ഒറ്റ ദൂത്. ഇന്ന് പകൽ മത്തിയാസിനെ കൂടാതെ 1-ാം അധ്യായം അവസാനിക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? ചീട്ട് മത്തിയാസിന് വീഴുകയും അവനെ 12 അപ്പോസ്തലന്മാരെ
ചലിക്കാൻ പറ്റിയിട്ടില്ല. ഇന്ന് പകൽ ചിലരോട് ഞാൻ പറയുന്നു, കഴിഞ്ഞ കാലങ്ങൾ, കഴിഞ്ഞ വർഷങ്ങൾ, ഒത്തിരി നാളുകൾ ദൈവസഭയോട് കൂടെ നിന്നിട്ടും ഒരു മറുപടിയും ഒരു ശക്തിയും അനുഭവിക്കാൻ വേണ്ടിയാണ് എവിടെയോ ഒതുങ്ങിപ്പോയ ചിലരെ ഇന്ന് പകലിൽ സ്വർഗം കൈവിടാതെ ചിലരുടെ മേൽ മത്തിയാസിൽ വീണതുപോലെ ഒരു അഭിഷേകം ഇന്ന് പകൽ ദൈവം തുറന്നു വരാൻ പോകുക. ചിലരെ ദൈവം കരം പിടിക്കട്ടെ. പ്രാർത്ഥിച്ചിട്ടും ഉപവസിച്ചിട്ടും പ്രാർത്ഥനകൾ മുടക്കാതെ വന്നിട്ടും നിന്നെ കണ്ടില്ലല്ലോ, നിന്നെ ദൈവം അറിയില്ലല്ലോ എന്ന് ഓർത്ത് നീ വ്യാകുലപ്പെടുന്ന ദൈവമല്ലോ. ഇന്ന് പകൽ നിന്റെ സ്ഥിതിയെ മാറ്റുന്ന ഒരു അത്ഭുതം കർത്താവ് നിനക്ക് വേണ്ടി തുറക്കാം. നീ വിചാരിക്കാത്തത് നിന്റെ മേൽ പകൽ തുറന്നു വരാൻ പോകും. ഇന്ന് പകൽ ചിലരുടെ മേൽ ഒരു സെലക്ഷൻ വീഴും, ചില തലമുറകളുടെ മേൽ ഒരു സെലക്ഷൻ വീഴും. നിന്നെ കാണാത്ത ദൈവമല്ല, നിന്നെ അറിയാത്ത ദൈവമല്ല, നിന്നെ മറന്നു കളഞ്ഞ ദൈവമല്ല. ഇന്നലകളിൽ ദൈവം അവിടെയും നിന്നെ ഇരുത്തിയത് നിന്റെ സഹിഷ്ണുത അറിയാനാ, കേട്ടോ, നിന്റെ താഴ്മ അറിയാനാ, നിന്റെ വിനയം അറിയാനാ, എവിടൊക്കെയോ നീ എങ്ങനെ ദൈവത്തിൽ നിൽക്കുന്നത് അറിയാൻ വേണ്ടിയിട്ട്. ഇന്ന് പകൽ ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കുന്നു, അവിശ്വസ്തത കാട്ടിയ യൂദയെ ദൈവം മാറ്റിയിട്ട് വിശ്വസ്തനായി ഒരാളെ കരം പിടിച്ചതുപോലെ ഈ സീസണിൽ ദൈവത്തിന് വേണ്ടത് അവിശ്വസ്തതയുള്ളവരെയല്ല, അവിശ്വസ്തത കാട്ടുന്നവരെയല്ല. ദൈവത്തിന് വേണ്ടത് വിശ്വസ്തന്മാരെയാണ്. ദൈവത്തിന് വേണ്ടത് വിശ്വസ്തന്മാരെയാണ്. എത്ര പേർ വിശ്വസ്തയോടെ ദൈവത്തിന് വേണ്ടി ഈ ദിവസങ്ങളിൽ എഴുന്നേൽക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്? ഞാൻ പറയുന്നു, ചിലരെ ദൈവം മറന്നതല്ല, ദൈവം കൈവിട്ടിട്ടില്ല, ദൈവത്തിനെ മാറ്റി നിർത്തിയിട്ടില്ല. നിങ്ങളുടെ വീട്ടിൽ എന്തോ ഒരു വലിയ കാര്യം സംഭവിക്കണം. ഇന്നലെ നടക്കാത്തൊരു മറുപടി ഞാൻ പറയുന്നു, ആർക്കും കിട്ടാത്തൊരു സെലക്ഷൻ. ഞങ്ങൾ 120 പേര് ഇരിക്കുമ്പോൾ ഇത്രയും പേർ നിൽക്കുമ്പോൾ അവർക്ക് ആർക്കും കിട്ടാത്തത്. 120 പേരിൽ 12 പേരെ മാറ്റിയാൽ ഒരാമല്ലേ, ബാക്കി 108 പേരുണ്ടല്ലേ. 108 പേരിൽ അവിടെ നിൽക്കുമ്പോൾ ആ 108 പേരിൽ ആർക്കും കിട്ടാത്തൊരു വിടുതൽ ആളുകൾ വീഴുക. ഞാൻ പറയുന്നത് ഇതിനകത്ത് ചിലർക്ക് 100 കണക്കിന് ജനത്തിൽ കിട്ടാത്തൊരു അത്ഭുതം. നിങ്ങളുടെ വീട്ടിൽ ഒരു അത്ഭുതം നടക്കാൻ 100 പേരിൽ എടുത്താൽ അവരിൽ ലഭിക്കാത്ത ഒരു അത്ഭുതം നിങ്ങൾ ലഭിച്ചു. കാരണം ദൈവം നിന്റെ കുടുംബ ദിവസങ്ങൾ വിശേഷ കണ്ടിരിക്കുന്ന ഒരു കുടുംബമാണെന്ന് കർത്താവ് നിനക്ക് സാധ്യതകളുണ്ട്, പക്ഷെ അതിലേക്ക് നിനക്ക് എത്തപ്പെടാൻ പറ്റുന്നു. നിനക്ക് വഴികളുണ്ട്, പക്ഷെ അത് നിനക്ക് തുറന്നു വരുന്നു. പക്ഷെ ഈ പ്രാർത്ഥന നിനക്കൊരു വിടുതല, കേട്ടോ. ഈ 8ാമത്തെ മാസം തീരുന്നതിനകത്ത് നിന്റെ കയ്യിൽ ദൈവം ഒരു അത്ഭുതം ലഭിക്കാൻ പോവുകയാണ്. മത്തിയാസിന് കഴിഞ്ഞ 3.5 വർഷം ലഭിക്കാത്തത് അവരുടെ കരത്തിൽ അത്ഭുതമായി വീണതുപോലെ എന്തോ ഈ 8ാമത്തെ മാസം നിന്റെ കരത്തിൽ ഒരു അത്ഭുതം വന്ന് കയറുമെന്ന് സ്വർഗം നിന്നോട് പ്രവചിക്കാൻ പറയുന്നു. ഇതിനകത്ത് പല വീട്ടിലും പല തലമുറയിലും സാധ്യതയില്ലാത്ത ചില സെലക്ഷനുകൾ ഉണ്ടാവും. വിശ്വസിക്കണം, ദൈവം നിന്റെ മേൽ ഒരു സെലക്ഷൻ ഇടാൻ. ഈ മത്തിയാസ് സാധ്യതയില്ലാത്ത ഇടത്ത് പ്രതീക്ഷിക്കാത്തപ്പോൾ അവനൊരു സെലക്ഷൻ വീണതുപോലെ ആത്മാവിനോട് ഇങ്ങനെ പറയുന്നത്, ഈ 8ാമത്തെ മാസം 9ാം മാസം നിന്റെ ലൈഫുമായി ബന്ധപ്പെട്ട് ഭയങ്കര അത്ഭുതം നടക്കാൻ പോകണം. ദൈവത്തിന് വേണ്ടി ഒത്തിരി പ്രയോജനപ്പെടാൻ ദൈവം ശുശ്രൂഷകന്മാരുടെ കൂടെ ദൈവം നിന്നെ നിർത്തും. ഉന്നത ഭാവിയുണ്ട്, ഉന്നത വഴികൾ ഞാൻ നിനക്ക് വേണ്ടി തുറക്കും. നിന്റെ ചിന്തകൾക്ക് അപ്പുറത്ത് ഞാൻ നിന്നെ കരം പിടിക്കും. നിനക്കൊരു വലിയ പുറപ്പാടുണ്ടെന്ന് കർത്താവിനോട് പറയാൻ പറയുന്നു. ഇന്നത്തെ മാർഗ തടസ്സങ്ങളെ മാറ്റാൻ പോകുക. നീ ദൈവസഭയ്ക്ക് ഇവിടുത്തെ അഭിഷിക്തന് നീ ഒരു അനുഗ്രഹമായി മാറാൻ പോകുന്നു എന്ന് കർത്താവ് നിന്നോട് പ്രവചിക്കുന്നു. ഇന്ന് എന്തോ സാധ്യതയില്ലാത്ത ചിലത് നിന്റെ വീട്ടിൽ തുറന്നു കിട്ടാൻ പോകുക. ഒരു വിഷയം നമ്മൾ ഒരു വിഷയത്തിൽ പ്രാർത്ഥിക്കാൻ പോകും. അപ്പോൾ ഇവിടെ എഴുന്നേറ്റ് 2 കാര്യം. ഒന്ന്, എഴുന്നേൽപ്പിക്കത്തിൽ നിന്ന് പിശാച് വെല്ലുവിളിച്ച ഒരാളെ എഴുന്നേൽപ്പിക്കും. 2, എഴുന്നേൽക്കാൻ സാധ്യതയില്ലെന്ന് രൂപിച്ച് കൂട്ടത്തിൽ ഇരുന്ന ഒരാളെ എന്ത് ചെയ്യാം. സഭയിൽ അങ്ങനെ സംഭവിക്കുന്ന ഈ എഴുന്നേൽപ്പിക്കത്തിൽ പിശാച് ഏറ്റവും ഫൈറ്റ് ചെയ്ത ചിലരെ 2 ഇങ്ങനെ പോയാൽ മതി, ഇങ്ങനെ പോയാൽ മതി ചിന്തിക്കുന്ന ചിലരെ കൂടെ ദൈവം ഇങ്ങനെ ആ ഒരു ചിന്താഗതി മാറാൻ പോകും.
ചില ജീവിതത്തിൽ ഇങ്ങനെ പോയാൽ മതി, ഇങ്ങനെ ആയിക്കോട്ടെ, ഇങ്ങനെ അങ്ങനല്ല ഒരു ആമേൻ. ദൈവത്തിന് എന്തൊരു വലിയ ഉദ്ദേശം, ഒരു വലിയ ഉദ്ദേശം. രണ്ട് കാര്യങ്ങൾ സംഭവിച്ചു. എന്തൊക്കെ സംഭവിച്ചത്? വെല്ലുവിളി ഏറ്റവും അധികം ആർക്കായിരുന്നു? അവനെ ദൈവം ചിന്തിച്ചു. രണ്ടാമത്തെ കാര്യം, കൂട്ടത്തിൽ എങ്ങനെ ഇരുന്ന് പോയാൽ ചിന്തിച്ചു. പക്ഷെ ദൈവം എന്നെ ചെയ്തു. ഈ ആളൊക്കെ വരികയാണ്, ഇങ്ങനെ പോയാൽ മതി ചിന്തിക്കുന്ന ചില ദൈവം പിടിക്കും. ഇങ്ങനെയല്ല, അങ്ങനെ പോകാനാണോ? ഇതാരൊക്കെ ദൈവത്തിന്റെ ശബ്ദമാണ്. ആരൊക്കെ ആത്മ പ്രവചിക്കാൻ പാടും. ഇത് ഇങ്ങനെ പോയാൽ മതി എന്ന് ചിന്തിക്കുന്ന ചില ദൈവം റൂട്ട് തിരിക്കാൻ. എങ്ങനെയും ഒന്ന് പ്രാർത്ഥിക്കാൻ വന്നിരുന്നു, എങ്ങനെയും വന്നു പോകണോ ഇന്ന് ആ ഒരു കേട്ടോ, ആ ഒരു ചിന്താഗതി ചെയ്യും. നിന്നെ കുറിച്ച് വലിയ പദ്ധതിയുണ്ട്, ഒരു വലിയ ദൈവത്തിന്റെ ഒരു മഹത്വം നിന്റെ കൂടെ നിൽക്കണം. ഒരു വലിയ ഞാൻ കുഞ്ഞു പ്രായം മുതൽ ദൈവ സാന്നിധ്യ അഭിഷേകം ഭയങ്കര വില കൊടുത്തൊരു കാഴ്ചപ്പാട് ഞാൻ കാണും. പക്ഷെ ഇപ്പോൾ എവിടെയൊക്കെയോ സാഹചര്യങ്ങൾ നീ ഞെരുക്കുക. പക്ഷെ ഇന്ന് ആർക്കും ഇങ്ങനെ പോകാനല്ല, ഒരു പ്രത്യേക ദൗത്യം ദൈവം ഏൽപ്പിക്കും. നീ പ്രാർത്ഥനയ്ക്കും ആരാധനയ്ക്കും ഉള്ളത് പറഞ്ഞാൽ പലരോടും പ്രവചിക്കാം. ദൈവം നിന്നെ ആദരത്തെ തൊടുമെന്ന് ദൈവം എന്നോട് പറയുന്നുണ്ടോ? ദൈവം നിന്നെ വിടത്തില്ല. ഒരു പ്രത്യേക അഭിഷേകം നിന്റെ മേൽ ഇറങ്ങുമെന്ന് സ്വർഗ്ഗം എന്നോട് പറയും. സമയം കണ്ടെത്തി പ്രാർത്ഥനയ്ക്ക് പോകും. ഇതോ ദൈവം നിന്റെ മേൽ ഒരു ഭയങ്കര കാര്യം ചെയ്യാൻ പോകും. ഒരു ആമേൻ. അങ്ങനെ കേട്ടോ, ദൈവം നിന്നെ വിടത്തി. നിങ്ങളുടെ പപ്പയും മമ്മയോടുണ്ടോ? അതിലുണ്ടോ? എന്തേ മനോജ് അല്ലേ? അച്ഛാ, നിങ്ങളുടെ വീട്ടിൽ ഇവന്റെ ദൈവം തൊടും കേട്ടോ. ഇവന്റെ പേര് കഥ ഒരു പദ്ധതിയുണ്ട്. എന്നാ പഠിക്കുന്നേ? +1 +2. ഓക്കെ. കർത്താവ് നിന്നെ ഭയങ്കരമായിട്ട് സന്തോഷിക്കാൻ പോകും. കർത്താവ് ശക്തമായി ഇവനെ അഭിഷേകം ചെയ്യും. ഇവന്റെ വിദ്യാഭ്യാസമുള്ള വെല്ലുവിളികൾ ദൈവം പൊളിക്കും. ഇവനെ ദൈവം എന്താ പറയാ, കൈ ഏലിയാവിൽ വന്നപ്പോൾ ഇവൻ ഏലിയാവിനൊരു വേഗത ഉണ്ടായതുപോലെ ഇവന്റെ മേലൊരു വേഗത ദൈവത്താൽ വെളിപ്പെടുന്നെന്ന് പരിശുദ്ധാത്മാവിനോട് പറയാൻ പറയുന്നു. ഇവൻ രാജ്യങ്ങളുടെ വിദ്യാഭ്യാസം ഇവന്റെ ദൈവം കൊടുക്കും. വിവിധ ഭാഷക്കാരുടെ കൂടെ നിന്ന് ഇവൻ പഠിക്കും. വിവിധ ലാംഗ്വേജുകൾ ഇവൻ കൈകാര്യം ചെയ്യുമെന്ന് സ്വർഗം എന്നോട് പറയുന്നു. അതുപോലെ തന്നെ കുടുംബത്തിനും മാത്രമല്ല ദൈവരാജ്യത്തിന് വേണ്ടി ഒത്തിരി പ്രയോജനപ്പെടത്തക്ക നിലയിൽ ഈ തലമുറയെ ദൈവം പിടിക്കുമെന്ന് സ്വർഗം എന്നോട് പറയാം. ഒരു വിശേഷ അഭിഷേകം. എന്തോ ചിലർ ഇനി ഇങ്ങനെ പോകാനുള്ളവരല്ല, ഇങ്ങനെ പോകാനുള്ളവർ അല്ല. ഓ, എന്റെ വാക്കല്ലേ, ഇങ്ങനെ പോകാനുള്ളവർ ദൈവത്തിന് എന്തോ പദ്ധതിയൊന്നും. ഞാനാണ് കുടുംബത്തെ മുഴുവൻ കൊച്ചുപ്രായത്തിൽ ഏറ്റെടുത്ത് വീട്ടിലെ കഷ്ടതയ്ക്കനുസരിച്ച് എങ്ങനെയും പോകുന്നതിന് ശേഷം ദൈവം എന്നെ അവിട്ടം പിടിച്ചു. അപ്പൊ മനസ്സിലായി, കർത്താവ് പിടിച്ച പിടി ഒരു അത്ഭുതമായിരുന്നു. അങ്ങനെ പിടിച്ചത് കൊണ്ട് കർത്താവ് ഇന്ത്യ കൂടെ വരെ എത്തിച്ചു. ഞാൻ പറയുന്നത് ദൈവം ചിലരെ എന്താ പറയാ, ഇങ്ങനെ പോകാനില്ല, ചിലരെ ദൈവം പിടിക്കാൻ. ചിലരെ ദൈവസഭയിലെ പല കുടുംബത്തെ പല തലമുറകളിൽ ഞാൻ ദൂതായി പറയുന്നത് ഈ പ്രാർത്ഥനയിൽ ഇങ്ങനെ സാക്ഷ്യം പറയും. ഞങ്ങളിത് പ്രതീക്ഷിച്ചതല്ല, ഞങ്ങൾ ഇങ്ങനെ കൊതിച്ചതല്ല, പക്ഷെ എന്തോ ഞങ്ങളുടെ മേൽ വരാൻ വേണ്ടി ദൈവം ചെയ്തതാണെന്ന് ചിലർ പറയത്തക്ക നിലയിൽ ചിലരുടെ മേൽ ഒരു കാലം ഇതോടുകൂടെ ചലിക്കാൻ പോവുകയാണ്. അങ്ങനെ ദൈവസഭയെ നോക്കി പറയാം. എങ്ങനെ സാക്ഷ്യങ്ങൾ ഈ ഉപവാസ പ്രാർത്ഥനയിൽ ദൈവം ചിലരോട് പറയും. ഞങ്ങൾ ഒത്തിരി വെല്ലുവിളികളെ തരണം ചെയ്തവരാ, ഞങ്ങൾ ഒത്തിരി ഫൈറ്റ് ചെയ്തവരാ. പക്ഷേ 10 ദിവസം എഴുന്നേറ്റത് പോലെ ഞങ്ങൾ എഴുന്നേൽപ്പിച്ചു. ഞങ്ങൾ എങ്ങനെയെങ്കിലും ഉപവാസ പ്രാർത്ഥന ഇരുന്നിട്ടല്ല പോകാൻ ചിന്തിച്ചതാണ്. പക്ഷെ ഞങ്ങൾ വിചാരിച്ചതല്ല, ഞാൻ മുന്നിൽ വരുമെന്ന് അങ്ങനെ ചിന്തിക്കാവുന്ന ചിലരെ ദൈവം ഈ പ്രാർത്ഥനയിൽ തൊടാൻ പോവുകയാണ്. ദാവീദ് സ്തോത്രം 8 പോലെ വീടിനകത്ത് നിൽക്കുന്ന സാഹചര്യം വന്നപ്പോഴും വീട്ടിൽ നിർത്താതെ കാട്ടിനകത്ത് അവൻ ഒറ്റപ്പെട്ടപ്പോൾ കാടുമാടുമായിട്ട് തന്നെ ജീവിതം സെറ്റാകുമെന്ന് ചിന്തിച്ചപ്പോഴാണ് അവൻ പോലും പ്രതീക്ഷിക്കാതെ അവന്റെ വീട്ടിനകത്ത് കൊമ്പിലെ അഭിഷേകം കൊണ്ട് ഒരാൾ വെയിറ്റ് ചെയ്യുക. ഈ ഉള്ള സ്ഥിതി കൊണ്ട് പോകാനല്ല, പക്ഷേ നിന്റെ ചരിത്രത്തെ മാറ്റുന്ന ഒരു അഭിഷേകം നിന്റെ വീടിനകത്ത് വന്നു കഴിഞ്ഞു. നിന്നെ തേടി വന്നവ സെറ്റായി നിൽക്കുക. ഞാൻ പ്രവചിക്കുന്നു, ചിലരെ ഈ പ്രാർത്ഥനയിൽ ചിലര് സംഭവിക്കാം. ദൈവം ചിലരെ അതിനു വേണ്ടി ഒരുക്കുക.
നിങ്ങൾ നിൽക്കുന്ന ദേശവുമായി ബന്ധപ്പെട്ട്, നിങ്ങൾ നമുക്ക് ഭവനവുമായി ബന്ധപ്പെട്ട് പ്രാർത്ഥിക്കാൻ ആരാധിക്കാൻ സ്ട്രഗിൾ ചെയ്യും. പക്ഷെ ഇന്ന് അതിൽ നീ പൊട്ടിക്കാൻ പോകണം. ഒരു ശക്തമായ ഒരു അഭിഷേകം ദൈവം നിന്റെ മേൽ പകരും. പ്രാർത്ഥനയ്ക്ക് ഭയങ്കര പ്രാധാന്യം കൊടുത്തോളമാണ് കർത്താവ് നിന്നോട് പറയാൻ പറയും. ഇത് ചില വെല്ലുവിളികളെ ഓവർകം ചെയ്യുന്ന ഒരു അഭിഷേകം കർത്താവ് നിന്നെ മേൽ തുറന്നു തരാൻ പറയും. ഈ 27 വാക്കുണ്ട്. അപ്പന്റെ കാലത്തുണ്ടായ ക്ഷാമം കൂടാതെ പിന്നെയും ഒരു ക്ഷാമം ഇസാക്കിന്റെ കാലത്ത്. ഇതിൽ അപ്പൻ കാണാത്ത പ്രശ്നങ്ങളിൽ തലമുറ കടത്തുക. മനസ്സിലായി? അച്ഛൻ ഏറ്റവും വലിയ ആ ഒരു തലമുറകളെ കുറിച്ച് നിങ്ങൾ കാണാത്ത പ്രശ്നങ്ങളിൽ തലമുറകളെ കടത്തിയുള്ള വഴികളെ അടയ്ക്കാൻ കുതിക്കുന്ന നുഖത്തെ പൊളിച്ച് നിന്റെ തലമുറകൾക്ക് ഈ വർഷം ഒരു അത്ഭുതം നടക്കാൻ പോകുന്നു. കർത്താവ് നിന്നോട് പ്രവചിക്കാൻ പറയുന്നു. ഈ പ്രാർത്ഥന എന്തോ നിന്റെ തലമുറകളെ തൊടുന്നൊരു പ്രാർത്ഥനയായി മാറാൻ പോവാ. നിന്റെ കൂടെ ഇപ്പോൾ ഇല്ലാത്ത തലമുറകളിൽ പോലും ദൈവത്തിന്റെ അത്ഭുതങ്ങൾ കർത്താവ് തുറക്കാൻ പോകുന്ന സമയമാണ്. ഈ പ്രാർത്ഥന കഴിയുമ്പോൾ സാക്ഷ്യങ്ങൾ ദൈവം തരുമെന്ന് സ്വർഗ്ഗം പ്രവചിക്കാൻ പറയുക. സമയം കിട്ടുന്നില്ല. ഞാൻ പെട്ടെന്ന് കണ്ടുവരുന്നത് ആരാധിക്കാൻ പോകും. ഇന്നിപ്പോൾ ഒന്നും ആവർത്തിക്കുന്നു. ചിലരെ ദൈവം ഇങ്ങനെ വെറുതെ വിടാനല്ല, ചിലരെ ദൈവം ശക്തമായി തൊടാൻ പോവാ. കാരണം അഭിഷേകം ഇറങ്ങുന്ന സമയമായി. ഞാൻ മത്തിയാസിനെ കൂടെ പിടിച്ചു കഴിഞ്ഞപ്പോൾ പത്രോസിന് മനസ്സിലായി ഇനി സ്റ്റേജ് മാറാൻ പോവാ. അടുത്ത മണിക്കൂറിൽ പെന്തക്കോസ്ത് തുറക്കും. എന്ന് വെച്ചാൽ ചിലരകത്ത് കയറാൻ റെഡിയായിക്കോ, ചിലരകത്ത് കയറാൻ റെഡിയായിക്കോ. ചില മൈൻഡുകളെ മാറ്റാൻ പോകുന്നു, ചിലരെ പിടിക്കാൻ പോകുന്നു. കാരണം അടുത്ത മണിക്കൂറിൽ, അടുത്ത നിമിഷത്തിനകത്ത് ദൈവപ്രവൃത്തി വീണതുണ്ടാകും കേട്ടോ. കാരണം നിങ്ങളുടെ കുടുംബത്തെ തൊടുക. ഒത്തിരി ഫൈറ്റ് ചെയ്യുന്നു, പ്രാർത്ഥിക്കാനും ആരാധിക്കാനും ഇതൊക്കെ ഒത്തിരി വെല്ലുവിളി വാക്തത്വം ഉണ്ടായിട്ടും നിങ്ങൾ അതിലേക്ക് നിയോഗിക്കാതെ വണ്ണം നിങ്ങളുടെ തലയിൽ ഒരു വെല്ലുവിളി പകൽ പൊളിയാൻ പോകും. അത് നിങ്ങളുടെ സമയമാണ്. എന്തോ ഈ പകൽ ദൈവം പ്രവർത്തിക്കുകയാണെങ്കിൽ ഓഗസ്റ്റ് 9 നിങ്ങളുടെ ദിവസമാണ്. കർത്താവിന്റെ ഒരു പുതിയ വാതിൽ നിങ്ങളുടെ മേൽ തുറക്കാൻ സമയമായി. ഒരു അഭിഷേകം നിങ്ങളുടെ മേൽ പകൽ വീഴാൻ പോവാണെന്ന് കർത്താവ് എന്നോട് പറയാൻ പറയുന്നു. എത്ര പേർ വിശ്വസിക്കുന്നു? ഞാനൊന്നും പോകുന്നില്ല, സമയം പെട്ടെന്ന് വന്നോണ്ട് വരെ എനിക്ക് സമയമുള്ളൂ. അപ്പൊ 15 മിനിറ്റൂടെ ഉള്ളൂ. അപ്പൊ നമ്മൾ ആരാധിക്കാൻ വേണ്ടി കുറേ സമയം എടുക്കാം. ഒറ്റ വാക്ക് പറയാം, നിന്നെ എവിടെ എഴുന്നേൽപ്പിക്കുന്നത് പകരം അവിടെ എന്താ പറയാ, ഈ പ്രാർത്ഥനയിൽ ഈ പലരും സംഭവിക്കാതെ ഞാൻ നിന്നെ വെച്ച്. ഈ ശൗൽ ഒരിക്കലും പ്രവാചകനാകാൻ വേണ്ടിയിട്ടല്ല ശമൂവേൽ എടുത്തു പോയത്. പക്ഷെ അവനത് ഇസ്രായേലിനെ രാജാവാക്കി. അവന്റെ വീട്ടിനകത്ത് ആളുകൾ തുറക്കാത്തൊരു വാതിൽ അവന്റെ വീട്ടിൽ തുറന്നു. പക്ഷെ ഞാൻ പ്രവചിക്കാം, നിന്റെ സാധ്യതകൾക്ക് അപ്പുറത്ത് ഒരു അത്ഭുതം നിന്നെ തേടി വരാൻ പോകും. ദൈവം നിന്നെ ഒരു അത്ഭുതമാകും. നിന്നെ മാത്രമല്ല, നിന്റെ കുടുംബത്തിനകം ഒന്നടങ്കം ഒരു സന്തോഷം ദൈവം പകരാൻ പോവാ. നഷ്ടപ്പെട്ട സമയങ്ങൾക്കെല്ലാം ദൈവം നിനക്ക് പകരം തരാൻ പോവാ. നിന്റെ ലൈഫിൽ സമയങ്ങൾ നഷ്ടപ്പെട്ടതിന് പേര് ഒത്തിരി കരയുന്നവനോ, പക്ഷെ കർത്താവ് ഇന്ന് പകൽ നിനക്ക് വേണ്ടി ഒരു പുതിയ തുടക്കത്തെ തരുന്ന സമയമാണ്. അതിനെ നിവർത്തിക്കുന്ന, അതിലേക്ക് നയിക്കുന്ന ഒരു അഭിഷേകം നിന്റെ മേൽ ഇന്ന് പകൽ തുറന്നു വരാൻ പോകുക. വെല്ലുവിളികളുണ്ട്. അത് പകൽ ദൈവം അതിനെല്ലാം കർത്താവ് നിന്റെ ആയുസിനോട് പോലും എന്താ പറയാ, ഞങ്ങൾ മരണത്തെ കണ്ടിട്ട് ദൈവം നിന്നെ അവിടുന്ന് പിടിച്ചോണ്ട് വന്നു. കർത്താവിന്റെ അത്ഭുതം നിന്നെ ചെയ്യാം. ഞാൻ പറയുമ്പോൾ സിസ്റ്റർ, നിന്റെ ഈ ബാക്ക് സൈഡിൽ ഒരു ഭയങ്കര അത്ഭുതം ഉണ്ടാകാം. അസ്ഥികൾക്ക് ഉണ്ടാകുന്ന ചില ബുദ്ധിമുട്ടുകളൊക്കെ സൗഖ്യമാകാം. എങ്ങനെ കാണുക, അപ്പൊ അത് അടക്കം നിന്റെ ഇടത് സൈഡ് മുഴുവൻ നിന്നെ രോഗിയാക്കി തീർക്കാൻ, ബലഹീനയാക്കി തീർക്കാൻ കൊതിക്കുന്ന രോഗമണ്ഡലങ്ങൾ ഇന്ന് പകൽ നിങ്ങൾ പൊളിക്കുന്ന സമയമാണ്. നിങ്ങളുടെ വീടുമായി ബന്ധപ്പെട്ട ഒരു ഭയങ്കര അത്ഭുതം സംഭവിക്കാൻ പോകും. എന്തോ ചില വീട് പണികൾ നടക്കുമെന്ന് കർത്താവിനെ കാണിക്കുന്നു. ഒരു അത്ഭുതത്തിന് വേണ്ടി റെഡി ആയിക്കോ. കർത്താവിന്റെ കരം ഇന്ന് പകൽ നിന്റെ കുടുംബത്തെ തൊടുകയാണ്. വിശ്വസിക്കുന്നവർ ശബ്ദമുയർത്തി ശക്തിയോടെ ദൈവത്തിന് നന്ദി പറഞ്ഞേ. ഹല്ലേലൂയ. രണ്ട് കാര്യം, വെല്ലുവിളികൾ ഏറ്റവും അധികം ആർക്കാണോ അവരെ ദൈവം അഭിഷേകം ചെയ്യും. രണ്ട്, സാധാരണക്കാരെ പോലെ വന്നിട്ട് എങ്ങനെയൊക്കെ പോകാൻ ചിന്തിച്ചാലും
ദൈവം വിടത്തില്ല, അവരെ ദൈവം ശരിക്കും. നമ്മൾ അങ്ങനെ പ്രാർത്ഥിക്കാം. ഒരു നിമിഷം എഴുന്നേക്കാൻ നേരമാണോ? എല്ലാവരും എഴുന്നേൽക്കാം. ഒറ്റ വാക്കിൽ പ്രാർത്ഥിക്കാം. എല്ലാവരും എഴുന്നേൽക്കാം. നിങ്ങൾക്ക് കൊതിയുണ്ടെങ്കിൽ പാസ്റ്റർ ആദ്യം ഒരു വാക്കുണ്ട്, അഭിഷേകം പ്രാപിക്കാൻ നമുക്കൊരു കൊതിയുണ്ട്. ഞാൻ പറഞ്ഞിട്ട് ആർക്കെങ്കിലും എനിക്ക് അന്യഭാഷയില്ല, അന്യഭാഷയില്ലാത്ത ദൈവം, അന്യഭാഷയില്ലാത്തവർ, അന്യഭാഷയില്ലാത്ത ദൈവം കുഴപ്പമില്ല. അന്യഭാഷയില്ലാത്ത ദൈവം